വിൽസൺ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ പഠനത്തിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോവുകയാണ്. നമ്മൾ വാട്ട് ഈസ് ഹെൽ എന്ന വിഷയം പഠിച്ച് വരുന്നത്. ദൈവത്തിൻ്റെ വചനം നരകത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മൾ പരിശോധിക്കുകയാണ്. നരകത്തെക്കുറിച്ച് എന്താണ് ദൈവവചനം പറയുന്നതെന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ നരകത്തിൻ്റെ മൂന്ന് പ്രധാന വ്യൂസ് നമ്മൾ പഠിച്ചു. ഇൻഫെർണലിസം, അനിഹിലേഷനലിസം ആൻഡ് യൂണിവേഴ്സലിസം. ഇപ്പം നിരന്തരമായിട്ട് മനുഷ്യർ നരകത്തിൽ കോൺഷ്യസ് ആയിട്ട് യാതന അനുഭവിക്കുന്ന വിഭാഗമാണ് ഇൻഫെർണലിസം. ഇന്ന് നമ്മുടെ ക്രൈസ്തവ ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ആ ചിന്തയാണ്. എന്നാൽ അതിനകത്ത് മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. അത് അനിഹിലേഷനിസം എന്ന് പറയും. അതായത് ഒരാൾ പാപം ചെയ്ത് മരിച്ചാൽ ആള് ആ തീക്കകത്ത് വീണ് അല്ലെങ്കിൽ നരകാഗ്നിയിലേക്ക് വീണ് എന്നേക്കുമായിട്ട് ഡിസപ്പിയർ ആകുക, താളടിയായി പോവുകയാണ്, വെണ്ണീറായി പോവുകയാണ്, പിന്നെ ആളിന് എക്സിസ്റ്റൻസ് ഇല്ല എന്ന ഒരു പഠനമുണ്ട്. മൂന്നാമത്തെ ആളുകളുടെ പഠനം യൂണിവേഴ്സലിസമാണ്. യൂണിവേഴ്സലിസ്റ്റ് പറയുന്നത് നരകം എന്ന് പറയുന്ന ഒന്നില്ല എന്നാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിന് പകരം ദൈവവചനം എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കാരണം ഇതൊരു വളരെ ഹോട്ടായിട്ടൊരു സബ്ജക്റ്റാണ്. ഒരർത്ഥത്തിൽ ഇത് പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കും പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയൊക്കെ അടിത്തറയിലെ ഒരു സോളിഡായിട്ടുള്ളൊരു ഫൗണ്ടേഷണൽ സ്റ്റോണാണ് നരകം എന്ന വിഷയം. എന്നാൽ നമ്മൾ പഠിക്കുന്നത് ആദിമസഭയിലെ എബ്രായിക് വ്യൂ, ഒരു ഹീബ്രു എങ്ങനെയാണ് ഇത് കണ്ടത്, ആ എബ്രായ പശ്ചാത്തലത്തിൽ മുമ്പോട്ട് വന്ന ആദിമ ക്രൈസ്തവ സഭ, അപ്പോസ്തലന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരും സഭയിലെ എബ്രായ പശ്ചാത്തലത്തിൻ്റെ തായ്വേരിൽ നിന്നിരുന്ന ആദിമസഭ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഒരു കാര്യമില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. ഇല്ല എന്ന് പറയാൻ അധികാരമുള്ള ഒരാൾ ദൈവം മാത്രം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ദൈവം ഇല്ല എന്ന് മൂടൻ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഇല്ലെന്ന് പറയണമെങ്കിൽ സകലതും അറിഞ്ഞ ഒരാൾക്കേ ഇല്ലെന്ന് പറയാൻ പറ്റും. ഒരു കാര്യം ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതൊരു ലോജിക്കല്ല, അതൊരു ഫിലോസഫി അല്ല. ഇല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ഇല്ല എന്ന് പറയുന്നത് ആ തെറ്റായ ചിന്താഗതിയിൽ നിന്ന്, തത്വശാസ്ത്രത്തിൽ നിന്ന് ദൈവവചനം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. സോ വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഹെൽ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ദൈവം എന്തുകൊണ്ടാണ് നമുക്ക് നരകം വന്നത്, അല്ലെങ്കിൽ നരകചിന്ത ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് നിൽക്കാനുള്ള കാരണം. അപ്പം ആരെങ്കിലും ഒരാൾ ഇതില്ലെന്ന് പറഞ്ഞാൽ ആ ആളിനെ നമ്മൾ അന്നേരം നരകത്തിൽ വിടും, അല്ലെങ്കിൽ അവനെ കൊന്നുകളയും. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു, ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ്. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിത്രം. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിത്രം കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവനീതി, ദൈവത്തിന് സ്നേഹം മാത്രമല്ല, ദൈവത്തിന് നീതിയുണ്ട്. അപ്പം നീതിയെ ദൈവത്തിന് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്ത ആളിനെ ശിക്ഷിക്കണം. അപ്പം ദൈവനീതി അങ്ങനെ കൊണ്ടുപോയി. അതിൻ്റെ ആരംഭം ഞാൻ പറഞ്ഞത് 10-ാം നൂറ്റാണ്ടിൽ 11-ാം നൂറ്റാണ്ടിൽ
ഉണ്ടായിരുന്ന യൂറോപ്പിലെ ഒരു ദൈവദാസൻ്റെ ഒരു തിയറിയുടെ ബേസിലാണ് ആ തിയറി ഇന്ന് നമ്മുടെ സുവിശേഷമായിട്ട് തന്നെ നിൽക്കുക. നമ്മുടെ സുവിശേഷത്തിൻ്റെ ഇപ്പം നമ്മുടെ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ മേൽ വരേണ്ട ശിക്ഷ യേശുവിൻ്റെ മേലായി, മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതിന് പകരം യേശുവിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ ദൈവകോപം കർത്താവിൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞ് ജീസസ് വാസ് സ്ട്രിക്കൺ ബൈ ഗോഡ്, ദൈവത്താൽ ദണ്ഡിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സുവിശേഷമാണ് നമ്മളിന്ന് സർവ്വലോകത്തിലും പ്രസംഗിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ, അപ്പോൾ ദൈവനീതിയെക്കുറിച്ചുള്ള വികലമായ പഠനം. നീതി എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത നമ്മളുടെ ചുറ്റുപാടും നമ്മുടെ കോടതിയും നമ്മുടെ നാട്ടിൽ ഒരു തെറ്റ് ചെയ്താൽ ആ ആളിന് നീതി ലഭിക്കുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവന് കിട്ടുന്ന ശിക്ഷയെ നമ്മൾ നീതി എന്ന് പറയും. അതായത് ഒരു കുറ്റം ചെയ്ത ഒരാളെ കൊലക്കുറ്റത്തിന് കോടതി വിധിച്ചാൽ ആ ഇരയായിരുന്ന ആളിൻ്റെ മാതാവോ പിതാവോ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നീതി ലഭിച്ചു. അപ്പോൾ ആ നീതിക്കകത്ത് അവർ ലഭിച്ചതിൻ്റെ യഥാർത്ഥത്തിൽ നീതി ലഭിച്ചു എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുമ്പോഴല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷിക്കുമ്പോൾ നീതി ലഭിച്ചാൽ ഈ ഉപദ്രവമേറ്റ കൊല്ലപ്പെട്ട ആളുകൾക്ക് എന്ത് ലാഭം? ഒരു ലാഭവും ഇല്ല. കാരണം അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിൽ വെളിപ്പെട്ടത് ഇങ്ങനെയാണ്. ഒറ്റ വാക്കിൽ പറയാം, നമ്മളത് തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതി റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസാണ്. റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് മീൻസ്, ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒരു 2-3 സ്റ്റെപ്പ് ബാക്കിൽ പോയിട്ട് പറയാം. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പാപം ക്ഷമിക്കാൻ യേശുക്രിസ്തുവിന് ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രസ്താവനയൊക്കെ തെറ്റായിട്ട് ധരിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും ഞാൻ നല്ല ബോധ്യത്തോടെ തന്നെ സംസാരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കാൻ യേശുവിന് ക്രൂശ് മരിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു ഭൂമിയിൽ വന്നപ്പോൾ തന്നെ അവൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം പാവങ്ങളുടെ മോചനം കൊടുത്തിരുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ച് അന്നത്തെ മഹാപുരോഹിതന്മാരൊക്കെ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറയാൻ കാരണം അവൻ പാപങ്ങളെ മോചിപ്പിക്കുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരിക്കാതെ തന്നെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ തന്നെ തൻ്റെ അടുത്ത് വരുന്ന പാപികളുടെ പാപങ്ങൾ ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നെ യേശുക്രിസ്തു എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? അപ്പം ഞാൻ പറഞ്ഞല്ലോ, പാപക്ഷമ കൊണ്ട് ഒരു കാര്യം അതുകൊണ്ടാണ് ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്തു ഐ എം സോറി എന്ന് പറഞ്ഞാൽ ഉടനെ ആ പ്രശ്നം തീരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളൊരു തെറ്റ് ചെയ്തു, നമ്മളൊരാൾ സോറി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു, ക്ഷമിച്ചാലും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. കാരണം ആ തിന്മ മുഖാന്തരം സംഭവിച്ച ഡാമേജ്, ആ തിന്മ മുഖാന്തരം ഉണ്ടായി വന്ന ആ ഡാമേജ് ഉണ്ടല്ലോ, ആ ഡാമേജിനെ റെസ്റ്റോർ ചെയ്യണം. അപ്പം ഫൊർഗീവ്നെസ് മാത്രം സാധ്യമല്ല. ഫൊർഗീവ്നെസ്സിൻ്റെ കൂട്ടത്തിൽ റെസ്റ്റോറേഷൻ കൂടെ വന്നെങ്കിലേ ഫൊർഗീവ്നെസ് പൂർണ്ണമാകത്തുള്ളൂ. ഇതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. ഇനി ഞാൻ മുമ്പോട്ട് വരാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചു. യേശുവിനെ പിതാവ് കൊന്നതല്ല, ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ വെന്തെരിഞ്ഞതുമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ കാരണക്കാരൻ ദൈവമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ 100% കുറ്റം മനുഷ്യജാതിയുടെ മേലാണ്. സ്നേഹത്തിൻ്റെ അവതാരമായ ഇൻകാർണേറ്റഡ് ലവ് ഇൻകാർണേറ്റഡ് ആയ ക്രിസ്തുവിനെ ഭൂമിയിൽ കൊന്നതിൻ്റെയും ഉപദ്രവിച്ചതിൻ്റെയും 100% കുറ്റവാളികൾ മനുഷ്യരാണ്. ലോകം ചെയ്ത ഏറ്റവും വലിയ പാപം നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നതല്ല, ദൈവം അതിൽ നിന്ന് ജനത്തെ രക്ഷിച്ചതാണ്. ശ്രദ്ധിക്കണം, മനുഷ്യൻ ആദ്യത്തെ പാപം അവിടെയാണ് ആരംഭിച്ചതെങ്കിൽ അതിനേക്കാൾ വലിയൊരു പാപം വന്ന് ആ പാപം ഇല്ലാതെ പോവുക. അത് മാനവരാശിയുടെ ആദ്യ പാപം എന്ന് പറഞ്ഞാൽ ആദാമിലൂടെ വന്ന ആ പാപം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ എങ്ങനെ ഇൻവാലിഡായി എന്ന് ഞാൻ പറയാം. അതായത് ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പറയുക. നമ്മൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ PDC അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിയുടെ കോഴ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വാല്യുബിളായിട്ടുള്ളത് +2 അല്ല, +2നേക്കാൾ മുകളിൽ ഒന്ന് വന്നു. അപ്പം ആ ആളിനെ പിന്നെ +2കാരൻ നല്ല വിളിക്കുന്നത്, അദ്ദേഹം ഗ്രാജുവേറ്റ് എന്ന് വിളിക്കും. അപ്പം ഒന്നിനേക്കാൾ മറ്റൊന്ന് മേത്തരമായത് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ അറിയപ്പെടുന്നത് ആ മേത്തരമായതിൻ്റെ പേരിലാണ്. ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ പാപം
വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ പാപം ഏദനിൽ നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നതല്ലാതായി മാറി. എങ്ങനെ? പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവപുത്രനെ മനുഷ്യർ കൊല്ലുവാൻ ഏൽപ്പിച്ചത്, അവനെ ഉപദ്രവിച്ചത്, അവനെ ക്രൂശിൽ തറച്ചത്, അവനെ ഉപദ്രവിച്ച് അവൻ്റെ പ്രാണനെ എടുക്കാൻ അവർ അവനെ കൊലക്കേൽപ്പിച്ചു കൊടുത്തത് പാപമാണ്. മാനവജാതി ചെയ്ത ഏറ്റവും വലിയ പാപം. അതിനേക്കാൾ വലിയൊരു പാപം മനുഷ്യൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും വലിയ പാപം, അങ്ങനെയാണെങ്കിൽ ആദാം ആദ്യം ചെയ്ത പാപം ഈ ഒരു തെറ്റിൻ്റെ പിറകിൽ മറഞ്ഞുപോയി. ലോകത്തിലെ എല്ലാ മനുഷ്യൻ ചെയ്ത എല്ലാ പാപം, സകല പാപങ്ങളും ഈ ഒറ്റ ക്രിയയുടെ പിറകിൽ മറഞ്ഞുപോയി. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ പറയാം. എല്ലാ മനുഷ്യൻ ചെയ്ത കൊലപാതകം, അത് ഇത് എല്ലാം എല്ലാ ലിസ്റ്റ് എടുത്തു. ഈ ലിസ്റ്റിലെ മൊത്തം പാപങ്ങളും ഈ ഒറ്റ ക്രിയ കൊണ്ട് അവസാനിച്ചു. ഈ ഒരൊറ്റ ക്രിയ കൊണ്ട് എല്ലാം ഇതിൻ്റെ താഴെയായി മാറി. ഇനിയും ഏദനിലെ പാപം, ആദാമ്യ പാപം, ഈ പാപങ്ങളെല്ലാം വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനെ മനുഷ്യജാതി ചെയ്ത തെറ്റിൻ്റെ മേൽ, യേശുവിൻ്റെ ക്രൂശിനെ അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ച ആ ഒരു വലിയ തെറ്റിൽ സകല പാപങ്ങളും മറഞ്ഞുപോയി. ഇവിടെ ദൈവം തന്നെ നീതി, ഈ ഒരു തെറ്റിനെ, ഈ ഒരു ശിക്ഷ, മനുഷ്യ കോപം, മനുഷ്യൻ്റെ ഈർഷ, മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ദൂഷ്യം, അല്ലെങ്കിൽ ഏദൻ മുതലുള്ള ദൈവത്തോടുള്ള മനുഷ്യൻ്റെ സകല വിരോധവും ശത്രുതയും, ഏദൻ തോട്ടം മുതൽ മനുഷ്യന് ദൈവത്തിൻ്റെ മേലുള്ള സകല ശത്രുതയും, ഹൃദയം കൊണ്ട് ശത്രുക്കളായ മനുഷ്യൻ്റെ സകല ശത്രുതയും ഒരുമിച്ച് മനുഷ്യൻ വെളിപ്പെടുത്തിയത് ക്രൂശിലാണ്, യേശുവിൻ്റെ മേലാണ്. മനുഷ്യൻ്റെ സകല ക്രോധവും കോപവും ദേഷ്യവും ഭയവും വെറുപ്പും സ്നേഹത്തിൻ്റെ മുഖത്ത് കാട്ടി. അവർ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോൾ, അവൻ്റെ മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കുമ്പോൾ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പകയാണിത്. ഇത് വളരെ ശ്രദ്ധിക്കണം. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പക, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ വിരോധം, ഹൃദയത്തിൽ ദൈവത്തോട് ശത്രുത സൂക്ഷിച്ച മനുഷ്യൻ്റെ ദൈവത്തോടുള്ള ശത്രുതയുടെ പ്രകടനമാണ്, പ്രതികാരമാണ് യേശു ക്രിസ്തുവിൻ്റെ മേൽ ചെയ്തത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മനുഷ്യജാതി മുഴുവൻ ഏറ്റവും വലിയ ക്രൈം, ദ ഗ്രേറ്റസ്റ്റ്, ദ യൂണിവേഴ്സൽ ക്രൈം, ഹ്യൂമാനിറ്റി ചെയ്ത ഏറ്റവും വലിയ ക്രൈം പുത്രൻ്റെ ക്രൂശ് മരണമാണ്. എന്നാൽ ആ ക്രൂശ് മരണത്തെ ദൈവം എന്ത് ചെയ്യുന്നറിയുമോ? ദൈവം ക്രൂശിൽ ഈ സംഭവം നടക്കുമ്പോൾ മനുഷ്യനാണ് ഇവനെ മുറിവേൽപ്പിച്ചത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. നമ്മുടെ പാപത്തിൻ്റെ, നമ്മുടെ കോപം, നമ്മുടെ ഈർഷ്യ, നമുക്ക് വേണ്ട സകല അതിക്രമങ്ങളുടെ മുറിവുകളാണ് യേശു ക്രിസ്തുവിൻ്റെ മേൽ വന്നത്. അങ്ങനെ യേശു ക്രിസ്തു മുറിവേറ്റു, യേശു കൊല്ലപ്പെട്ടു, യേശു ക്രൂശിൽ മരിച്ചു. അപ്പോൾ ഏറ്റവും വലിയ ക്രൈം ഇപ്പോൾ ചെയ്തിരിക്കുക. ഈ ക്രൈമിന് മോചനം വന്നാൽ ഇതിന് താഴെയുള്ള സകല ക്രൈമിന് ഓട്ടോമാറ്റിക് മോചനം വരും. മനസ്സിലാവുന്നോ? പഴം തിന്നതിനേക്കാൾ ഏറ്റവും വലിയ പാപമല്ലേ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് കാൽവറിയുടെ മലമുകളിൽ കൊണ്ടുപോയി ആണി അടിച്ച് ദൈവപുത്രനെ, പ്രപഞ്ച സൃഷ്ടിതാവിൻ്റെ ഏക മകനെ, ഇതിലും വലിയ പാപം ഏതാ മനുഷ്യരാശി ചെയ്യാനുള്ളത്? ഏറ്റവും വലിയ പാപം മാനവരാശി ക്രൂശിക്കുന്നതാണ് യൂണിവേഴ്സൽ സിൻ. ആദാമ് പോയി ഹവ്വായും പഴം പറിച്ച് പകുതി തിന്നു കൊടുത്തതല്ല അത്. ആ പാപമൊക്കെ ഇപ്പം സെക്കൻഡറി ആയി മാറി. അതിന് യൂണിവേഴ്സൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇതിന് കോസ്മോസിൻ്റെ എഫക്റ്റാണുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു ആദാമ് ചെയ്ത തെറ്റിന് ഹ്യൂമാനിറ്റിയെ മുഴുവൻ ബാധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോട് മനുഷ്യൻ ചെയ്ത തെറ്റിന് മുഴു കോസ്മോസിനെ തൊടാനുള്ള ശക്തിയുണ്ട്. കാരണം പഴം തിന്നപ്പോൾ ആദമാണ് മരിച്ചതെങ്കിൽ ക്രൂശിൽ യേശു മരിക്കുമ്പോൾ യേശു മാത്രമല്ല മരിക്കുന്നത്. കാരണം യേശു വചനം ജഡമായി തീർന്നവനാണ്, ഇൻകാർണേറ്റഡ് വേർഡാണ്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം സകലത്തെയും, ദ ഹോൾ പ്രപഞ്ചത്തെ
ട്രില്യൺസ് ആൻഡ് ക്വാട്രില്യൺസ് ഓഫ് ഗാലക്സീസ് ഉള്ള ഈ അനന്ത വിഹായസ്, ഈ പ്രപഞ്ചം മൊത്തം വാക്കുകൾ കൊണ്ടുണ്ടാക്കി അതിനെ നേർപ്പാതയിൽ നേരായി ദൈവം തൻ്റെ പരിശുദ്ധ ജ്ഞാനത്താൽ വഹിച്ച് അതിനെ ഹോൾഡ് ചെയ്യുന്ന ആ ദൈവപുത്രനാണ് ബേത്ലഹേം ഗബദ മുതൽ ഗോൽഗോദ വരെ അവൻ തകർക്കപ്പെട്ട്, ഗെത്സമന മുതൽ ഗോൽഗോദ വരെ അവൻ തകർക്കപ്പെട്ട്, അടിക്കപ്പെട്ട്, ഉടയ്ക്കപ്പെട്ടത്. അപ്പൊ ക്രിസ്തുവേശുവിൻ്റെ മേൽ മനുഷ്യൻ ഏൽപ്പിച്ച ആ ഒരു മുറിവിന് യൂണിവേഴ്സൽ എഫക്റ്റ് ആണുള്ളത്. മനുഷ്യന്റെ പാപം സകല മനുഷ്യരെയും പാപിയാക്കിയതേ ഉള്ളൂ. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ മേൽ വന്ന മുറിവിന്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചത്തെ മൊത്തം തൊടാനുള്ള കപ്പാസിറ്റി ഉണ്ട് മിശിഹായുടെ മേൽ വന്ന ഒറ്റ മുറിവിന്. കാരണം ഈ പ്രപഞ്ചം മൊത്തം കൂടെ ചെയ്ത് നിൽക്കുന്ന ആള് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിന്റെ തലയിലെ ഒരു മുടി പിഴുതെടുത്താൽ അതിന്റെ എഫക്റ്റ് കോസ്മോസിലുണ്ട്. ഇതാണ് പൗലോസിന്റെ പഠനം കൊലോസി ലേഖനത്തിൽ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യേശു ക്രിസ്തു ഇങ്ങനെ ഒരാൾ വന്നു ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോയി, ഇതല്ല. ഈ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അറിയേണ്ട റെവലേഷൻ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, മുഴുപ്രപഞ്ചം മൊത്തം ഗോളങ്ങൾ, കോടാകോടി നക്ഷത്ര ഗോളങ്ങളുള്ള ഈ വലിയ ഗാലക്സി പ്രപഞ്ചം മൊത്തം യേശുവിനെ തൊട്ടാൽ ആ പ്രപഞ്ചത്തെ മൊത്തം തൊട്ടെന്ന യേശുവിൻ്റെ മേൽ വന്ന ഞാൻ പറഞ്ഞില്ല, യേശുവിൻ്റെ മുഖത്ത് ഒരു മുടി വലിച്ചു പറിച്ചാൽ അത് ചെയ്ത ക്രിയ, അത് ആ മനുഷ്യനെ മാത്രമല്ല, യേശുവിനെ മാത്രമല്ല വേദനിപ്പിച്ചത്, ഇറ്റ് എഫക്ട്സ് ദ എൻറ്റയർ യൂണിവേഴ്സ്. മുഴുപ്രപഞ്ചത്തെ സ്വാധീനിച്ചു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാനിത് പറയാൻ വേണ്ടി വന്നതല്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടങ്ങ് പറയുക. അപ്പൊ ക്രിസ്തുവിന് സംഭവിച്ചത്, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആദമ ഏദനിൽ വെച്ച് ചെയ്തേക്കാൾ വലിയ പാപമാണ് ഗബദ മുതൽ കീഴിലാണ് സകല പാപങ്ങളും. അങ്ങനെയാണെങ്കിൽ ഇവൻ മനുഷ്യൻ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനായി. ഏതെനിലെ പാപം ഒരു SSLC ആണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മേൽ മനുഷ്യൻ ചെയ്ത പാപം, ആദാമ്യവർഗം ചെയ്ത പാപം ഇപ്പോൾ PhD ലെവലിലേക്ക് ഉയർന്നു. PhD ലെവൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ താഴെയാണ് ബാക്കി മുഴുവൻ സിൻസും. അങ്ങനെയെങ്കിൽ ഈ വന്ന ഏറ്റവും വലിയ പാപത്തിന് പരിഹാരം സംഭവിച്ചെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള സകല പ്രശ്നങ്ങൾക്കും ക്രൂശിൽ പരിഹാരം സംഭവിച്ചിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കാൻ പോകും. ഞാൻ ഒന്നുകൂടെ പറയാം, യേശുവിനെ എന്തെല്ലാം തൊട്ടിട്ടുണ്ടോ അത് മുഴു മനുഷ്യജാതിയെ മാത്രമല്ല മുഴു കോസ്മോസ് അനന്തമായി ഈ പ്രപഞ്ചത്തെ മൊത്തം തൊട്ടിട്ടുണ്ട്. അങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ മേൽ ഒരടി അടിക്കുമ്പോൾ ആ വേദന യേശുവിനെ മാത്രമല്ല വേദനിപ്പിച്ചത്, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും, ഈ പ്രപഞ്ചത്തിലെ ഓരോ ആറ്റത്തിലും, എന്തിന് സൂര്യൻ്റെ ആ കോറിൽ തിളച്ചു മറിയുന്ന ആ ഭയങ്കര ചൂടിനകത്ത ഒരു കോശത്തിനും യേശു ക്രിസ്തുവിൻ്റെ മേൽ വന്ന പ്രഹരം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ കർത്താവിനെ മറ്റുള്ളത് വ്യത്യസ്തരാക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഒരു കോടി പ്രകാശ വർഷം അകലെ നിൽക്കുന്ന ഒരു ഗാലക്സിയിലെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ഒരു കോറ്റം, ആ അറ്റത്തെ എൻ്റെ യേശുവിൻ്റെ മേൽ വന്ന ഒരു പ്രഹരത്തിന്, യേശുവിൻ്റെ മേൽ വന്ന ഒരു ശിക്ഷ, യേശുവിൻ്റെ മേൽ മനുഷ്യൻ ചെയ്ത ഒരു അടി, ചാട്ടവാറ് കൊണ്ട് അവൻ്റെ മേൽ അടിച്ച അടി, ആ പ്രപഞ്ചത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന നക്ഷത്രത്തിലെ ഒരു കോശത്തെ, ഒരു ആറ്റത്തെ തൊട്ടിട്ടുണ്ട്. ആ ആറ്റത്തിനകത്തും എനിക്ക് തോന്നുന്നു ഈ ഒരൊറ്റ അടി, മിശിഹായുടെ തിരുശരീരത്തിൽ വന്ന ഈ ഒരൊറ്റ അടി മുഖാന്തരം
ഇതിൻ്റെ പ്രകമ്പനം, ഇതിൻ്റെ വൈബ്രേഷൻ മുഴു ആറ്റങ്ങളുടെ അകത്ത് അതിൻ്റെ ഇന്നർ കോറിനെ തൊട്ടിട്ടുണ്ട്. കാരണം ആ ആറ്റങ്ങൾ വായ് തുറന്ന് പറയും, വി ആർ ഹോൾഡഡ് ബൈ ദാറ്റ് പേഴ്സൺ. ആ പേഴ്സൺ മുഖാന്തരമാണ് ഞങ്ങൾ ഇന്നിവിടെ നിലനിൽക്കുന്നത്. ആ ആളാണ് ഞങ്ങളെ ഹോൾഡ് ചെയ്യുന്നത്. ഈ മുഴുവൻ സൃഷ്ടിജാലങ്ങൾ വിളിച്ചു പറയും, ബിക്കോസ് ഓഫ് ഹിം വി ആർ എക്സിസ്റ്റിംഗ്, വി ആർ ക്രിയേറ്റഡ് ബൈ ഹിം, created for him, and we are holded together by him only. That is the power of Jesus Christ. ക്രൈസ്റ്റിന്റെ വെളിപ്പാട് അതാണ്. ആ വെളിപ്പാടാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്, കൊലോസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ലേഖനങ്ങളിൽ താൻ കോസ്മിക് ക്രൈസ്റ്റ്, അല്ലാതെ ബേത്ലഹേമിൽ ജനിച്ച് മറിയയുടെ കൈകളിൽ വളർന്ന് യോസഫിന്റെ പരിപാലനത്തിൽ വളർന്ന് നസറേത്തുകാരനെന്നും ബേത്ലഹേമിനെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ കാണുന്ന ഒരു രൂപം മാത്രമല്ല. ക്രൈസ്റ്റ് ഈസ് എ കോസ്മിക് റിലേറ്റഡ് ആണ്. സോ ഈസ് എ മിസ്റ്റിക്കൽ പേഴ്സൺ ആണ്. അതാ ക്രിസ്തുവിന്റെ മഹത്വം, അതാണ് ആദിമ സഭയുടെ മഹത്വം. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ കൊച്ചു മനസ്സിൽ ചെറിയ ചിന്തയിൽ ഒതുക്കരുത്. ദൈവനീതി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നമ്മുടെ നാട്ടിലെ നീതി, പോലീസ് സ്റ്റേഷനിലെ നീതി പോലെയും കോടതിയിലെ നീതി പോലെയും ജില്ലാ കോടതി നടത്തുന്ന നീതി പോലെയും ആകരുത്. ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ അതിന് കോസ്മിക് ആയിട്ടുള്ള അംഗീകാരമുള്ള അക്രഡിഷൻ ആണുള്ളത്. സോ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഗോഡ് ഈസ് ഓൾവേസ് ഹോൾഡിങ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. കാരണം ഫൊർഗീവ്നെസ് ഹ്യൂമാനിറ്റിക്ക് മൊത്തം വന്നെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അന്ന് അല്പം പുറകിലോട്ട് വീണ്ടും പോവാം. അതായത് ഓൾ കോസ്മോസിനെ യേശുനാഥന്റെ അല്ലെ കർത്താവിന്റെ മേൽ വന്ന് അടിച്ച്, അല്ലെ യേശുവിന്റെ മുതുകത്ത് അടിക്കുന്ന അടി, ആ അടിയുടെ ആ ചാട്ടവാർ അവന്റെ പുറത്ത് വന്ന് കൊള്ളുമ്പോൾ ക്രൈസ്റ്റ് മാത്രമല്ല സഫർ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചം മൊത്തം ആ ഒരു അടിയിൽ സഫർ ചെയ്തു. കാരണം പ്രപഞ്ചം സൃഷ്ടിക്കുന്നവന്റെ പുറത്താണ് അടി വീണത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ കവറിങ്ങിനെയാണ്, അല്ലെങ്കിൽ ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പുറത്ത് വരുന്ന ഒരു പ്രകമ്പനം, ഇറ്റ് വിൽ ടച്ച് ദ ഹോൾ ക്രിയേഷൻ. സോ ദാറ്റ്സ് വൈ വെൻ ജീസസ് ഡൈഡ്, ജീസസ് മരിച്ചപ്പോൾ ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ യേശു ക്രിസ്തു മാത്രമല്ല മരിച്ചത്. ക്രിസ്തീയ വിശ്വാസികൾ അല്ലെങ്കിൽ അന്നത്തെ സഭയോട് പഠിപ്പിക്കും പറയുന്നു, യു ഓൾസോ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. പക്ഷെ കുറേം കൂടെ ഡീപ്പറായിട്ട് നമ്മൾ തിരുവെഴുത്തുകളെ മനസ്സിലാകും, മനുഷ്യൻ മാത്രമല്ല മരിക്കുന്നത്. കാരണം മനുഷ്യനെ മാത്രമല്ല ക്രൈസ്റ്റ് ഹോൾഡ് ചെയ്തേക്കുന്നത്. ക്രൈസ്റ്റ് ആദാമിന്റെ പ്രതിരൂപമാണ്. ആദാമിൽ മനുഷ്യജാതി മുഴുവനുണ്ട്. ആദാമിൽ മുഴു കോസ്മോസ് ഇല്ല, ആദാമിൽ മനുഷ്യര് മൊത്തം ഉണ്ട്. ക്രിസ്തുവിൽ കോസ്മോസ്, ദ യൂണിവേഴ്സ് മൊത്തം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ എല്ലാ മെറ്റീരിയലും, എല്ലാ ഫിസിക്കൽ വേൾഡ് മൊത്തം ഹോൾഡ് ചെയ്യുന്നത് ക്രൈസ്റ്റ് ദ വേർഡാണ്. അപ്പൊ വെൻ ജീസസ് ക്രൈസ്റ്റ് ഡൈഡ്, ദ ഓൾ കോസ്മോസ് ഡൈഡ്. ഓൾ കോസ്മോസ് ഡൈഡ്. അതിന്റെ പ്രതികരണമാണ് സൂര്യൻ ഇരുണ്ടു പോവുക. പകൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടു പോവുക. എന്താ അതിന്റെ കാരണം? ക്രിസ്തുവിന്റെ മേൽ വന്ന പീഡനം ഈ ഗാലക്സിയെ തൊട്ടു. ബാക്കിയുള്ളതൊന്നും ആർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് വാട്ട് ഹാപ്പൻ, നോബഡി നോസ് ഇറ്റ്. ഓൾ ക്രിയേഷൻ ടച്ച് ചെയ്തു. ബിക്കോസ് ദാറ്റ് ഇസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. ദ ട്രിനിറ്റിയെ കുറിച്ചുള്ള മഹത്വം അതാണ്. When Jesus died, everything's died. Jesus resurrected, everything resurrected. Amen. So this is the reborn eye. Reborn means cosmos reborn. This is very much powerful word. Cosmos reborn. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചു. മനുഷ്യന് മാത്രമല്ല, നമ്മുടെ ലോകം മൊത്തം, പ്രപഞ്ചം മൊത്തം
ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചു. കാരണം when Jesus resurrected from the dead, the all cosmos resurrected from the dead. That's the Bible. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ that is not an individual act. It's already happened when Jesus Christ resurrected from the dead. The resurrections made it possible. That is the gospel. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഫൊർഗീവ്നെസ് മാത്രം പറ്റില്ല. ഫൊർഗീവ്നെസ് ഒരു തെറ്റ് ചെയ്ത ആളിനോട് ക്ഷമിച്ചത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഒരാളങ്ങ് തെറ്റ് ചെയ്തു, ആ തെറ്റ് ഞങ്ങളെല്ലാവരും ക്ഷമിച്ചു. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിന്നെയും ജീവിതകാലം മുഴുവൻ ആ ആള് ഈ ആളുകളുടെ മുമ്പിൽ ഒരു കൾപ്രിറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, കുറ്റവാളിയായിട്ട് തന്നെയാണ് നിൽക്കുക. ക്ഷമയൊക്കെ വന്നെങ്കിലും എന്നാലും എന്നൊരു മനുഷ്യചിന്തയുണ്ട്. കാരണം എന്താ? ഫൊർഗീവ്നെസ് കനോട്ട് സോൾവ് ദ പ്രോബ്ലം. എൻറ്റയർ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ഫൊർഗീവ്നെസ്സിന് പറ്റില്ല. ഫൊർഗീവ്നെസ് ഈസ് ദ ഗേറ്റ് വേ ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രശ്നം ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫൊർഗീവ്നെസ്. ഇറ്റ് ഹാപ്പൻ ഓൺ ദ ക്രോസ്. When Jesus Christ died, that was the universal crime. That is the universal crime. That crime, Father angana cheythu. When Jesus died on the cross, the Daddy God embraced the entire cosmos, the entire world, and embrace ചെയ്തിട്ട് തന്നോട് നിരപ്പിച്ചു എന്ന് നമ്മൾ കാണുക. ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം ക്രൂശിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. നോക്കിക്കേ, ദ വേഴ്സ്റ്റ് തിങ് ഹാപ്പൺ ഓൺ ദ ക്രോസ്. ലോകത്തിലെ ഏറ്റവും വലിയ വേഴ്സ്റ്റ് തിങ് നടന്നത് അവിടെയാണ്, ഏദനിലല്ല. ഏദനൊക്കെ ഇതിന്റെ മുമ്പിൽ ഒരുപാട് താഴേക്ക് പോവുക. ആ ഏദനിലെ പ്രവൃത്തി, ട്രീസൺ ഇൻ ഏദനിലെ ആ കുറ്റം, ഏദനിലെ മത്സരം ക്രൂശുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ലീസ്റ്റായിട്ട് പോവുകയാണ്. ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദാറ്റ് എഫക്ട് ഓൺലി ഹ്യൂമാനിറ്റി എഫക്ട് ചെയ്തു. അവനുമായിട്ടുള്ള സാഹചര്യത്തെ മാത്രം, ഭൂമിയെ മാത്രമേ അത് ബാധിച്ചിട്ടുള്ളൂ. നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെടുമെന്നാണ്, ഭൂമിക്ക് മാത്രമാണ്. പക്ഷെ when Jesus died, അതിന്റെ എഫക്ട് ഭൂമിയെ മാത്രമല്ല, എൻ്റയർ കോസ്മോസ് ആണ്. അപ്പൊ കർത്താവായ യേശു ക്ഷമ കൊടുത്തിട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ജസ്റ്റിസ് റിട്രിബ്യൂട്ടീവ് അല്ല എന്നത്. റിട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം, അതല്ല. മറ്റൊന്ന് റെസ്റ്റോറേറ്റീവ്. ഒറിജിനൽ നീതി എന്ന് പറയുന്നത്, ഉദാഹരണം പറയാം, ഒരാൾ റേപ്പ് ചെയ്യുക, ഒരാളെ റേപ്പ് ചെയ്ത് കൊന്നു. നമ്മുടെ നീതി കോടതി അദ്ദേഹത്തെ വിസ്തരിച്ച് കുറ്റവാളി എന്ന് കണ്ട് ജീവപര്യന്തം തടവിനും അല്ലെങ്കിൽ കൊലക്കുറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാനായിട്ട് വിധിച്ചു. റേപ്പ് ചെയ്ത ആളിൻ്റെ മാതാപിതാക്കൾ പറയും ദൈവം ഞങ്ങൾക്ക് നീതി കാണിച്ചു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നീതി കിട്ടിയ ആ മാതാപിതാക്കൾക്ക് എന്ത് നീതി കിട്ടി? തങ്ങളുടെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ഘാതകനായവനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചപ്പോൾ ആ പ്രിയ മാതാക്കൾ പറയുകയാണ്, അയ്യോ ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾക്ക് നീതി കിട്ടി. നീതി കിട്ടിയില്ല. എവിടെ നീതി കിട്ടി? കുറ്റവാളി കൊന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് തിരിച്ചു കിട്ടിയോ? നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയോ? നിങ്ങൾക്ക് എന്ത് ലാഭം? നിങ്ങളുടെ മനസാക്ഷിയിൽ ഒരു ആശ്വാസം എന്നല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നോ? റെസ്റ്റോറേഷൻ വരാത്ത നീതി എന്തിനാ? പുനർസ്ഥാപിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത നീതിയാണ് ഭൂമിയിലെ നീതി. അതാണ് നീതി എന്ന വേർഡിന്. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ നീതി വ്യത്യാസമായിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ നീതിയും ഭൂമിയിലെ നീതിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കിങ്ഡം ഓഫ് ഗോഡിന്റെ നീതി, കുറ്റം ചെയ്തവനും നീതി കിട്ടണം, കുറ്റത്തിന് വിധേയപ്പെട്ടവർക്കും നീതി, അല്ലെങ്കിൽ കുറ്റത്തിന് ഇരയായവർക്കും നീതി കിട്ടണം. കൊല ചെയ്യപ്പെട്ടവന് നീതി കിട്ടണം, കൊല ചെയ്തവന് നീതി. ഉദാഹരണം പറഞ്ഞാൽ ഗോവിന്ദസ്വാമി, നമുക്കറിയാം ഗോവിന്ദചാമി ട്രെയിനിൽ വെച്ചൊരു തള്ളിയിട്ട് ബലാത്കാരം ചെയ്ത് കൊന്നുകളഞ്ഞു. അദ്ദേഹത്തെ കൊന്നുകളയാൻ കോടതി വിധി വന്നപ്പോൾ മാതാക്കൾ പറഞ്ഞു, യോ ഞങ്ങൾക്ക് നീതി ലഭിച്ചു. പക്ഷേ ആ മാതാക്കൾക്ക് എവിടെ നീതി ലഭിച്ചു? അവർ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മകളെ തിരിച്ചു കിട്ടിയോ? തിരിച്ചു കിട്ടിയിട്ടില്ല. ആ മകൾ എന്നേക്കുമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു ഗോവിന്ദചാമിയല്ല, 1000 ഗോവിന്ദചാമി ചത്താലും അത് മുഴുവൻ ഇവരുടെ കണ്ണിന്റെ മുമ്പിൽ മരിച്ചാലും ഈ കുഞ്ഞ് തിരിച്ചു വരത്തില്ല. ഈ കുഞ്ഞ് തിരിച്ചു വരാത്തിടത്തോളം പൂർണ്ണമല്ല.
കുറ്റം ചെയ്തവനെ അടിച്ച് കൊന്ന് അവസാനിപ്പിച്ചത് കൊണ്ട് നീതി ലഭിക്കത്തില്ല. അതുകൊണ്ട് ഒറ്റക്കാരിയെ സാധ്യമാകത്തുള്ളൂ. ഇനി ഒരു ക്രൈം ആ ആളിലൂടെ സാധ്യമാകത്തില്ല. ദാറ്റ് ഈസ് നോട്ട് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവനീതിയെ നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദൈവനീതി എന്ന് പറഞ്ഞാൽ എന്താ? ഗോവിന്ദച്ചാമിക്ക് നീതി കിട്ടണം. ഗോവിന്ദച്ചാമി ആ പെൺകുഞ്ഞിന്റെ അമ്മയ്ക്കും അപ്പനും നീതി കിട്ടണം. രണ്ടുപേർക്ക് ഒരേ സമയത്ത് നീതി കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ കീഴിൽ പറ്റില്ല. ഇത് സാധിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് ആദ്യമായി ആ നീതിയെ സാധിപ്പിച്ചത്. മാനവജാതി ചെയ്ത ഏറ്റവും വലിയ ക്രൈം, ഏറ്റവും വലിയ പാപം ക്ഷമിച്ചു എന്നാണ്. അപ്പൊ കുറ്റം ചെയ്തവർക്ക് ക്ഷമ കിട്ടി. അപ്പൊ ദൈവപുത്രന്റെ മുഖത്തെ രോമം വലിച്ചു പറിച്ചവർ, അവന്റെ മുഖത്ത് തുപ്പിയവർ, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചവർ, അവനെ ആഞ്ഞടിച്ചവർ, അവന്റെ മുതുക് വിലാപ്പുറം പോലെ കീറിയവർ, അവനെ ആക്ഷേപിച്ചവർ, അവനോട് കാണിക്കാവുന്ന എല്ലാ ക്രൂരതയും കാട്ടിയവർക്ക് സ്വർഗം കൊടുത്ത ദാനം ഫൊർഗീവനെ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. എങ്ങനെ ക്ഷമ കിട്ടി? ക്രൂശിൽ വെച്ച് കിട്ടി. എങ്ങനെയാണ് ക്ഷമ കൊടുത്തത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പുത്രന്റെ പ്രാർത്ഥന കേൾക്കുമോ? 100% കേൾക്കും. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പിതാവ് ആ ഒരൊറ്റ പ്രാർത്ഥനയാൽ മാനവ ലോകത്തിന്റെ പാപത്തെ ക്ഷമിച്ചു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ടോട്ടൽ ഫൊർഗീവ്നെസ് വരികയാണ്. റെസ്റ്റോറേഷൻ സാധ്യമാകാതെ ഈ സംഭവത്തിന് നീതിയില്ല. ഇവിടെ ഇനി പുത്രൻ എന്താ ക്രൂശിൽ കിടക്കുക? പുത്രനെ ഉപദ്രവിച്ചവർക്ക് മോചനം ലഭിച്ചു, പുത്രനെ കുറ്റം വിധിച്ചവർക്ക് മോചനം ലഭിച്ചു, ക്രൂശിക്കപ്പെട്ടവർക്ക് മോചനം ലഭിച്ചു. പുത്രൻ ഇപ്പോഴും ക്രൂശിൽ കിടക്കുന്നു, കല്ലറയിൽ അടക്കുന്നു. 1-ാം നാൾ, 2-ാം നാൾ, 3-ാം നാൾ, 3-ാമത്തെ ദിവസം അരമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയെ വീണ്ടും ഒന്നുകൂടെ തുറന്ന് മിശിഹായെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ലോകത്തോട് ദൈവം വിളിച്ചു പറഞ്ഞു, ദിസ് ഈസ് മൈ റൈച്ചസ്നെസ്. യേശുവിനെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം. ഉയർപ്പിനകത്താണ് നീതി ലഭിക്കുന്നത്. ക്രൂശിലല്ല നീതി, ഉയർത്തെഴുന്നേൽപ്പിലാണ് നീതി വെളിപ്പെട്ടത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നീതിയുടെ പ്രത്യേകത എന്താ? Forgiveness happened, restoration is also happened. ക്ഷമയും ലഭിച്ചു, പുനർസ്ഥാപനവും ലഭിച്ചു. ക്രിസ്തുവിൽ സഹോദരങ്ങളെ, ഇതാണ് സ്വർഗനീതി. സ്നേഹവാനായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് കൊടുക്കുമ്പോൾ സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവം വെളിപ്പെടുത്തിയ നീതിയുടെ ഏറ്റവും വലിയ പ്രദർശനമാണ് ക്രൂശ്. പാപം ചെയ്ത മാനവരാശിയോട് എന്നേക്കുമായി ക്ഷമിച്ചു തീർന്നില്ല. ആ കൊലക്കുറ്റം ക്ഷമിച്ചു കൊടുത്തു, പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. ക്ഷമിച്ചു കൊടുത്തിട്ട് അവർ കൊന്ന ആളിനെ 3-ാം നാളിൽ ഉയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇരയ്ക്കും നീതി കിട്ടി, ക്രൈം ചെയ്തവന് വിക്ടിമിന് നീതി കിട്ടി, ക്രിമിനലിന് നീതി കിട്ടി. 2 പേർക്കും നീതി കിട്ടും. ഇതിൻ്റെ പേരാണ് ദൈവനീതി. ഇങ്ങനെയാ ദൈവനീതി. ദൈവനീതിയിൽ ശിക്ഷകളില്ല. ദൈവനീതി റെസ്റ്റോറേഷനാണ്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ആൻസലാമിന്റെ തിയറി പഠിപ്പിച്ച് ദൈവത്തിന് ശിക്ഷ ഉണ്ടെങ്കിലേ നീതി നടപ്പാക്കാൻ പറ്റൂ എന്ന ഒരു തിയറിയുടെ ബേസിൽ ക്രൈസ്തവ ലോകം ജൈത്രയാത്ര തുടരുകയാണ്. ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുക. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ മറ്റൊരാൾക്ക് കൊണ്ടുപോയി കടം കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരുടെയും ബ്രെയിൻ വാഷിന് വിധേയപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കാർക്കെയും ഭയമില്ലെങ്കിൽ, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ചിന്തിക്കുക. കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ചിന്തിക്കുക. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ദൈവനീതി എന്താണ്? പാപം ചെയ്തവനെ ശിക്ഷിക്കുന്നതല്ല ദൈവനീതി. പാപം ചെയ്തവനെ പുനർസ്ഥാപിക്കുന്നതാണ് ദൈവനീതി. അത് ക്രൂശിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം, ഞാൻ വീണ്ടും പറയുന്നു, ഏദനിലല്ല നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം അത്യുന്നതനായ പുത്രനോട് മനുഷ്യർ ചെയ്തതാണ് ഏറ്റവും വലിയ ക്രൈം, യൂണിവേഴ്സൽ ക്രൈം. ആ ക്രൈമിന് പിതാവ് കൊടുത്ത മറുപടി എംബ്രേസിംഗ് ആണ്. ആ കുറ്റം ചെയ്തവരെ അവൻ തലോടുകയാണ്. ആ കുറ്റം ചെയ്തവരെ അവൻ തൻ്റെ കയ്യിൽ ചേർത്ത് വെച്ച് അവരെ യഥാർത്ഥത്തിൽ പറഞ്ഞ അവരുടെ കവിൾത്തടങ്ങളിൽ ചുംബിച്ചു എന്നാ. ഏദൻ തോട്ടത്തിൽ വെച്ച്, കാൽവറി കുരിശിൽ വെച്ച് യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ പിതാവ് മനുഷ്യജാതിക്ക് കൊടുത്ത പ്രത്യുപകാരം, പുത്രന്റെ മേൽ കൈവച്ചതിൻ്റെ പേരിൽ
പുത്രനെ കൊന്നതിൻ്റെ പേരിൽ, ആക്ഷേപിച്ചതിൻ്റെ പേരിൽ, കുരിശിച്ചതിൻ്റെ പേരിൽ പിതാവ് തൻ്റെ പുത്രനെ ഉപദ്രവിച്ചവർക്ക് കൊടുത്ത പ്രതികാരം എന്താ പ്രതികാരം എന്നറിയാമോ? ഓരോരുത്തരെ കെട്ടിപ്പിടിച്ചവരുടെ കവിൾത്തടങ്ങളിൽ ചുംബനം കൊടുത്തു. ഞാനീ പറഞ്ഞത് ശ്രദ്ധിക്കുക. മാനവരാശി ദൈവത്തിൻ്റെ ചുംബനം സ്വീകരിക്കാത്ത, തമ്പുരാന്റെ ചുംബനമേൽക്കാത്ത ഒരൊറ്റ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലില്ലെന്നറിയണം. മാനവരാശി പുത്രനെ സൃഷ്ടിച്ച മനുഷ്യന്, പുത്രനെ ക്രൂശിച്ച മനുഷ്യന് ദൈവം കൊടുത്ത പ്രതികാരം, ദൈവത്തിന്റെ പ്രതികാരമായത്. ക്രൂശിച്ചവനെ അപ്പുറത്ത് വേറൊരു കുരിശി കൊണ്ടുപോയി തലകീഴായി കുരിശിക്കുന്നതല്ല ദൈവനീതി. God embraced the humanity. The whole cosmos was embraced and kissed by God. ദൈവത്തിന്റെ ചുംബനമുണ്ടെന്ന് നിങ്ങളും ഞാനും ആക്ഷേപിക്കുന്ന, നിങ്ങളും ഞാനും നരകത്തിന്റെ വിറകുള്ളി എന്ന് പറയുന്ന, ഞാനും നിത്യനാശത്തിന്റെ യോഹരിക്കാരെന്നൊക്കെ സവിസ്തരം വിളിച്ച് പ്രസംഗിക്കുന്ന മനുഷ്യജാതിയുടെ കവിൾത്തടങ്ങളിൽ പോയി നോക്ക്. നിങ്ങളുടെ തമ്പുരാന്റെ ചുംബനത്തിന്റെ പാടുണ്ട്. ദൈവത്തിന്റെ ചുംബനമേൽക്കാത്ത മാനവരാശി ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാ ശുശ്രൂഷകന്മാരെ നിരപ്പിന്റെ ശുശ്രൂഷകന്മാരാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്നുള്ള ആഹ്വാനവുമായിട്ടാണ് സുവിശേഷകരെ അയക്കുന്നത്. ദൈവത്തിന്റെ ചുംബനമുണ്ടെന്ന്. നമ്മുടെ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരന്റെ മേൽ, നമ്മുടെ റോഡിന്റെ വക്കിൽ ശരീരം വിൽക്കാൻ നിൽക്കുന്ന വേശ്യാസ്ത്രീയുടെ കവിൾത്തടത്തിൽ, 100 പേരെയോ 1000 പേരെയോ കൊന്നതിന്റെ പേരിൽ ജീവപര്യന്തം തടവിൽ കിടക്കുന്ന തടവുപുള്ളിയുടെ കവിൾത്തടത്തിൽ, ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്ന നിരീശ്വരവാദിയുടെ കവിൾത്തടത്തിൽ, അന്യദേവനെ സേവിക്കാൻ വേണ്ടി അതിന്റെ മുമ്പിൽ പോയി കുമ്പിടുന്നവന്റെ കവിൾത്തടത്തിൽ, ദൈവവിരോധിയുടെ കവിൾത്തടത്തിൽ സർവശക്തന്റെ ചുംബനത്തിന്റെ പാടുണ്ടെന്ന് വിശ്വസിക്കണം. That is the Bible. 2 Corinthians chapter 5 നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ പാരഫ്രൈസ്ഡിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. That is the righteousness of God. So God ഈ റെസ്റ്റോറേറ്റീവ് മോഡിലാണെങ്കിൽ എറ്റേണൽ പണിഷ്മെന്റിന്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നരകം എന്നത് പറയുന്നത് നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തിൽ നരകം അഭിവാജ്യ ഘടകമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിൽ നരകമെന്നത് ഇമ്പോർട്ടൻ്റ്. അതിനെ ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതിന് ആര് പറഞ്ഞാലും, ഏത് വ്യക്തി പറഞ്ഞാലും നരകത്തെ മാറ്റാൻ പറ്റില്ല. നരകം ഉണ്ടായാലേ പറ്റൂ. അവിടെ വന്നിട്ട് ഞാനല്ല, നിങ്ങളല്ല, ആര് പറഞ്ഞാലും നരകം. കാരണം ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന ഗോസ്പലിന്റെ ഫ്രെയിമിൽ ഹെല്ലില്ലെങ്കിൽ അതെങ്ങും എത്താതെ പോകും ആ മെസ്സേജ്. അതായത് ഇന്ന് കേരള മണ്ണിൽ 99% ആളുകളും പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ നരകം കൂടാതെ പറ്റില്ല. നരകം നിർബന്ധമായിട്ടും വേണം. ഇല്ലെങ്കിൽ ഒരു നരകം ഉണ്ടാക്കി തന്നെ പ്രസംഗം. കാരണം ഈ ഗോസ്പല് നിലവിലുള്ള ഗോസ്പൽ, സത്യസുവിശേഷത്തിന്റെ കഥയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേരള മണ്ണിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന്റെ, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റിന്റെ, ആൻസലാമിന്റെ തിയറിയായ നമ്മുടെ ദൈവക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞ ദൈവപുത്രനെ സംബന്ധിച്ച ആ സുവിശേഷത്തിന്റെ അവസാനം ഒരു നരകമുണ്ടായേ പറ്റൂ. കാരണം എന്താ? ദൈവം തൻ്റെ ക്രോധം മൊത്തം മനുഷ്യന്റെ മേൽ, പുത്രന്റെ മേലിട്ടു, മനുഷ്യൻ രക്ഷിച്ചു. ഇത്ര വലിയ കൃത്യം ചെയ്ത ദൈവം ഒരുക്കിയ സുവിശേഷത്തെ വിശ്വസിക്കാത്തവനെ വെറുതെ വിടുവോ ദൈവം? അതാണ് എൻ്റെ ട്രൂത്ത്. മനസ്സിലാവുന്നു? അതിൻ്റെ കാര്യം കിടക്കുന്ന ഇവിടെ അറിയാം. ദൈവം തൻ്റെ കോപം മൊത്തം കൂടെ കാട്ടി കുരിശി കാട്ടിയിട്ട് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയെ നിങ്ങൾ തെറിപ്പിച്ച് പോയാൽ, നിങ്ങൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്താൽ, നിങ്ങൾ അനുസരണം കെട്ടുപോയാൽ, ഇനിയും ഈ സുവിശേഷത്തെ നിങ്ങൾ കാല് കൊണ്ട് തട്ടിപ്പോയാൽ നിങ്ങൾക്ക് നിത്യ നരകം ഉണ്ടെന്നേ. ഇത് പഠിപ്പിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ഗോസ്പൽ എന്ന് പറയുന്നത് എന്താ? ഗോസ്പൽ ആൻസലാമിന്റെ ഗോസ്പല. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ആദിമസഭയും പ്രസംഗിച്ച സുവിശേഷം അല്ലല്ലോ കേരള മണ്ണിൽ പ്രസംഗിക്കുന്നത്. നമ്മളങ്ങ് വാചകം അടിക്കും ഇതൊക്കെയാന്ന്. അല്ലെന്നേ, ഇതൊന്നും അല്ല. ക്രൈസ്തവ ലോകമേ കേൾക്കുക, കേരള മണ്ണേ നീ കേക്ക്, നിന്റെ ചെവിയുണ്ട കേക്ക്. ആദിമസഭയും അപ്പോസ്തലന്മാരും പ്രസംഗിച്ച സുവിശേഷമല്ല കേരള മണ്ണിൽ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. റോൺ, ഞാൻ ആ വിഷയം ഒടുവിൽ പറഞ്ഞേക്കാം.
റോബിൻ ബ്രദറിന് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഒടുവിൽ നമുക്കത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ജസ്റ്റിസ് ഓഫ് ഗോഡ്. ഈ വിഷയങ്ങളിൽ നമ്മൾ ഇനിയും വളരെ ഗഹനമായിട്ട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ അത് മാത്രം പഠിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു വർഷം പഠിപ്പിച്ചാലും തീരത്തില്ല, അത്രയും വലുതാണ്. അപ്പോൾ മെയിൻ പ്രോബ്ലം അതാണ്. ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ സംരക്ഷിക്കണം. ദൈവം നീതിമാനാണെന്ന് നമുക്ക് തെളിയിക്കാൻ നമുക്ക് ആകെയുള്ള വഴി എന്താ? നിങ്ങൾ ചോദിക്കുക, നമ്മുടെ ഗതികേട് നോക്കിയേ. ദൈവം നീതിമാനാണെന്ന് തെളിയിക്കാൻ നമ്മൾ കണ്ടെത്തിയ മാർഗമാണ് നിത്യനരകം. നിത്യനരകം, എറ്റേണൽ ടോർമെന്റിങ്. എറ്റേണൽ ടോർമെന്റിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെ തെളിയിക്കാൻ നമ്മൾ കണ്ടെത്തിയ ഏക മാധ്യമമാണ്. കാരണം എന്താ? നമുക്ക് ദൈവം നീതി, കോടതി, തടവറ, തൂക്കുകയറ്, കൊലക്കയറ്, ഇതാ നമ്മുടെ ചിന്ത. നീതി എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും സന്തോഷം, സമാധാനം, ഹാപ്പിനെസ് എന്നല്ല. കാരണം നീതി എന്ന വേർഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് വിത്ത് ജഡ്ജ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ആണ്. പക്ഷെ ദൈവം തന്നെ നീതി വെളിപ്പെടുത്തിയത് ഹ്യൂമാനിറ്റിയെ ഫൊർഗീവ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോവിന്ദചാമി പാപം ചെയ്തു, തെറ്റ് ചെയ്തു. ഗോവിന്ദചാമി ഒരു കൊച്ചിനെ കൊന്നു. ദൈവം നീതി വെളിപ്പെടുത്തിയാൽ ഗോവിന്ദചാമിയെ ആ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും ചെയ്യും. അവൻ കൊന്ന ആ പെൺകുട്ടിക്ക് ഉയർപ്പ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവൻ കൊന്ന ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ കൊടുത്തിട്ട് ഈ തെറ്റ് ചെയ്തവനെ രൂപാന്തരപ്പെടുത്തി ദൈവവൈതലാക്കി മാറ്റുന്നതിൻ്റെ പേരാണ് സ്വർഗത്തിൻ്റെ നീതി. ദൈവനീതിക്കകത്ത് റെസ്റ്റോറേഷനേ ഉള്ളൂ. നീതി റെസ്റ്റോറേഷനേ ഉള്ളൂ. ഇത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ നീ കൊല്ലരുത്. മനുഷ്യനെ കൊല്ലുന്നെങ്കിൽ അവർ ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലുമല്ലോ സൃഷ്ടിച്ച. ഡിസ്ട്രോയിങ് ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെച്ച തമ്പുരാൻ അവൻ തന്നെ സൃഷ്ടിച്ച അവന്റെ ഇമേജിനെ എടുത്തിട്ട് നിത്യനരകത്തിലിട്ട് വറക്കുവോ? ഇത് എന്ത് വിവരമില്ലാത്ത ദൈവം അത്. ദൈവത്തിന് നീതി സ്ഥാപിക്കാൻ ഒരു എറ്റേണൽ ഹെല്ല് വേണം. അപ്പോൾ എറ്റേണിറ്റിയിൽ പോലും ദൈവത്തിൻ്റെ നീതി നിത്യത മൊത്തം എറ്റേണൽ ഫയറിൽ മനുഷ്യൻ കിടന്നാലും നിവർത്തിക്കപ്പെടുന്നില്ലെങ്കിൽ വാട്ട് ഈസ് ദ റൈച്ചസ്നെസ്? ഹൗ ക്യാൻ ഐ ബിലീവ് ദാറ്റ് ഗോഡ്? നിങ്ങൾക്കറിയാമോ, ഞാനതെല്ലാം പറഞ്ഞു. ഇന്ന് നിങ്ങൾ ചരിത്രം നന്നായിട്ട് പഠിക്കണം. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടായി വന്നത് ക്രിസ്തീയ സമൂഹത്തിൽ നിന്നാണ്. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകളാണ് മലയാളികൾ. അവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. യൂറോപ്പിലും അമേരിക്കയിലെയും ഒരു കാലത്തെ ഉണർവിന് വേണ്ടി നിന്നവരുടെ തലമുറകളിൽ നല്ലൊരു ശതമാനം ഇന്ന് നിരീശ്വരവാദികളാണ്. എന്താണ് കാരണം? കാരണം ഒന്നേ ഉള്ളൂ. ആ ക്രൈസ്തവ സമൂഹം പരിചയപ്പെടുത്തിയ ദൈവം വിശ്വസിക്കാൻ കൊള്ളാകുന്ന ആളല്ല. വിശ്വസിക്കാൻ കൊള്ളാകുന്ന ആളിനെ അല്ലേ മനുഷ്യൻ വിശ്വസിക്കൂ. വാക്ക് പറഞ്ഞ 16 ദൈവത്തെ എങ്ങനെ വിശ്വസിക്കും? ഒരാള് വാക്ക് പറഞ്ഞാൽ ആ വാക്കും സ്വഭാവവും ഒരുപോലെ ഇരിക്കണ്ടേ? ഇവിടുത്തെ അതുകൊണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിരീശ്വരവാദത്വം എന്ന് പറഞ്ഞാൽ ദൈവനിഷേധമല്ല, ദൈവമില്ല എന്ന് പറയുന്നതല്ല. മറിച്ച് എന്താ, ഈ കാലഘട്ടത്തിൽ ഈ മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവം ഇല്ല എന്ന് പറയുന്നതാ നല്ലത്. അതാണ് മനസമാധാനം ഉണ്ടാവുന്നത്. ഇങ്ങനൊരു സൂത്രമില്ല, ഈ ഗതികെട്ട സൂത്രം ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. കാരണം ഈ മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇതുപോലൊരു കൊലപാതകയായ ഒരു ദാക്ഷിണ്യമില്ലാത്ത ഈ ആള് ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇല്ലെന്ന് പറഞ്ഞങ്ങ് ജീവിക്കുന്നേ മനസ്സമാധാനം. അതാണ് ഈ നിരീശ്വരവാദിയെ തന്നെ നമ്മളവരെ ചീത്ത വിളിക്കാൻ പോവുക. നമ്മൾ വീണ്ടും വീണ്ടും ഈ ദൈവത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തി. ഇവിടെ ആളുകൾ വേണം. ഞാൻ ഈ പറഞ്ഞ് എഴുതി വെച്ചോ, ഇനി അങ്ങോട്ടുള്ള കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ മോഡേൺ തലമുറകൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ ദൈവദാസന്മാരോടും ശുശ്രൂഷകന്മാരോടും ചോദിക്കും. അന്ന് സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊന്നും പറഞ്ഞാൽ പിള്ളേർക്ക് മറുപടി കിട്ടത്തില്ല. മറുപടി കൊടുക്കേണ്ടി വരും. ദൈവത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക്, സുവിശേഷത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വരും. അന്ന് കിടന്ന് രക്തം ചെയ്യാൻ ആമേൻ ആമേൻ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞാൽ പറ്റില്ല. ആ തലമുറ ഒന്നുകിൽ അവർ ദൈവനിഷേധികളായി പോകും, അല്ലെങ്കിൽ അവർ മറ്റു മതങ്ങളിലേക്ക് പോകും.
ക്രൈസ്തവ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കഥ ഇതൊക്കെയാ. ഈ പോക്ക് പോയാൽ കൈവിട്ടു പോകും. അപ്പൊ ഇവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയേണ്ടതായ സമയത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ദൈവനീതി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. യേശുക്രിസ്തുവിനോട് മനുഷ്യൻ കാണിച്ച ഏറ്റവും വലിയ പാപം ക്ഷമിച്ചു. യേശുക്രിസ്തുവിന് ലഭിച്ച മരണത്തിന് ഉയർപ്പ് കൊണ്ട് റെസ്റ്റോറേഷൻ. അപ്പം യേശുവിനെ ഉയർപ്പിച്ച് യേശുവിനോട് നീതി കാണിച്ചു. യേശുവിനെ ഉപദ്രവിച്ച പാതകത്തിന് ഫൊർഗീവ്നെസ്സിലൂടെ നീതി ലഭിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫൊർഗീവ്നെസ് പ്ലസ് റെസ്റ്റോറേഷൻ, ഇത് രണ്ടും കൂടെ വരുമ്പോഴേ ദൈവത്തിൻ്റെ നീതി പെർഫെക്റ്റ് ആകത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഫൊർഗീവ്നെസ്സിൽ കാര്യങ്ങൾ പൂർണ്ണമാകുന്നില്ല. പിന്നെന്താ? നിങ്ങൾ തെറ്റ് ചെയ്തത് മുഖാന്തരം നിങ്ങൾക്ക് സംഭവിച്ചതായ ഡാമേജ്, നിങ്ങൾക്ക് സംഭവിച്ചതായ ആഘാതം, തകർച്ച, ഡിസ്ട്രക്ഷൻ, ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? പുനഃസ്ഥാപിക്കണം, അതിനെ റെസ്റ്റോർ ചെയ്യണം. ഇപ്പോൾ റെസ്റ്റോറേഷൻ നടന്നെങ്കിലേ സിൻ എന്ന പ്രോബ്ലത്തിന് 100% പരിഹാരം വരുത്തും. ഇതാണ് ക്രൂശിൽ യേശു ചെയ്തത്. ഇതാണ് സുവിശേഷത്തിൻ്റെ മഹാസന്ദേശം. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് ടേംസ് മാത്രമേ ഇന്ന് പരിചയപ്പെടുന്നുള്ളൂ. നരകം എന്ന വിഷയത്തിൻ്റെ ടേംസ് ഞാൻ നേരത്തെ പറഞ്ഞു. നരകം എന്നത് നമുക്ക് പ്രസംഗിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പോഴും പറയില്ലേ, നമുക്കിതൊക്കെ പ്രസംഗിച്ചാൽ എന്തായാലും വളരെ വഴക്ക്. പിന്നെ ഇല്ല എന്ന് പറയാനുള്ള കഴിവ്, ഇല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഇല്ല എന്ന് പറയാനുള്ള ഐ എം നോട്ട് എൻ ഓതന്റിക് പേഴ്സൺ. കാരണം ഒരു കാര്യം ഇല്ല എന്ന് പറയണമെങ്കിൽ ഹി ഹാസ് ടു നോ എവറിത്തിങ്. അതാണ് ഫിലോസഫി. മനസ്സിലായി? ദൈവം ഇല്ല എന്ന് ഒരുത്തൻ പറയുന്നെങ്കിൽ അവൻ എല്ലാം അറിയുന്നവനായിരിക്കും. എല്ലാം അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇല്ലെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ ഞാൻ ഭോഷനല്ല, മൂടനല്ല. മൂടൻ മാത്രമേ ഒരു കാര്യം ഇല്ലെന്ന് പറയൂ. ഇപ്പോൾ ഹെല്ലില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹെല്ലില്ല എന്ന് പറയാനൊന്നുമല്ല ഞാൻ നിൽക്കുന്നത്. എന്നെക്കുറിച്ച് ചില ആളുകൾ കേരളത്തിൽ ഇങ്ങനെ, പിന്നെ ഈ കള്ളം പറഞ്ഞു നടക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് പ്രത്യേക കൃപയാണല്ലോ. അത് അവന്മാർ പറഞ്ഞോട്ടെ, കള്ളന്മാർ കള്ളം പറയട്ടെ. I never said that there is no hell. I said I don't believe the hell that you are preaching. That word ഞാൻ ഇന്ന് നിലനിൽക്കുന്നു. ടുഡേയ്സ് ദ മോഡേൺ ക്രിസ്ത്യൻസ് പ്രസംഗിക്കുന്ന ഹെല്ലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് അഗെയിൻ ഐ ഡിക്ലെയർ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഹെൽ. ബൈബിൾ എന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു അതിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്ന ഹെല്ലും നമ്മുടെ പ്രസംഗകർ പറയുന്ന ഹെല്ലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നമ്മുടെ പ്രസംഗകർ പറയുന്ന ഹെല്ല് ഗ്രീക്കിലെ ഹെല്ലും ഇന്ത്യയിലെ ഹൈന്ദവ മതത്തിലെ ഹെല്ലും ഇസ്ലാം മതത്തിലെ ഹെല്ലും ബാബിലോണിയൻ മതങ്ങളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മിത്തോളജിക്കൽ ഹെല്ലാണ് നമ്മുടെ സുവിശേഷകന്മാർ വേദികളിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിനെ വിശ്വസിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. എൻ്റെ ഉത്തരവാദിത്വം വിശുദ്ധ ബൈബിൾ, കർത്താവ്, അപ്പോസ്തലന്മാർ, ആദിമസഭ, ആദ്യകാല അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന യഹൂദ പശ്ചാത്തലത്തിലെ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ഈ കാര്യങ്ങൾ എന്താ കണ്ടത്? നമ്മുടെ ബേസ് അവിടെ, നമ്മുടെ ബേസ് കിടക്കുന്നത് അലക്സാണ്ടറിൻ്റെ രാജ്യത്തിലോ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ സോക്രട്ടീസിൻ്റെയോ ഫിലോസഫിയിലൊന്നും അല്ലല്ലോ നമ്മുടെ അടിത്തറ കിടക്കുന്ന അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയോടുള്ള ബന്ധത്തിൽ ആ ഒരു കുലത്തിലല്ലേ കിടക്കുന്നത്. അവിടെയല്ലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ കിടക്കുന്നത്. നമ്മളെന്തിനാ അലക്സാണ്ടറിൻ്റെ, അരിസ്റ്റോട്ടലിൻ്റെയും നിയോ പ്ലേറ്റോണിസത്തിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യം? നമ്മളെന്തിനാ ബാബിലോണിൻ്റെ ഇത് തപ്പേണ്ട ആവശ്യം? നമുക്കെന്തിനാ ഗ്രീക്ക് ഫിലോസഫിയുടെ ആവശ്യം? വി വാണ്ട് ദിസ് റൂട്ട്. വി നീഡ് ടു ഗോ ബാക്ക് അവർ റൂട്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ ലോകത്ത് വന്ന് വെളിപ്പെടുത്തിയ സ്നേഹനിധിയായ ഒരു ദൈവത്തെയാണ്. യേശു തന്നെ ദൈവം തന്നെ പറയുന്നുണ്ട് തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ചത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിരപ്പിക്കാൻ വേണ്ടിയാണ്. തീർന്നിട്ടില്ല. കർത്താവ് സകല പാപികളെയും സ്വാഗതം ചെയ്യുന്നിട്ട് കാണാം. ഈ വെൽക്കം ഓൾ ദ റൈച്ചസ് ആൻഡ് വിക്കറ്റ് ടു ദ ഹെവൻ. യേശു കർത്താവിൻ്റെ ഉപമയ്ക്കകത്ത് മഹാരാജാവിൻ്റെ പുത്രൻ്റെ വിരുന്നിന് ദുഷ്ടന്മാരെയും നല്ലവരെയും ക്ഷണിക്കുന്ന കാണാൻ പറ്റും. അപ്പം അതിനകത്തൊന്നും നല്ലവർ മാത്രമാ, വിശുദ്ധന്മാർ മാത്രമാണെന്നല്ല, എല്ലാവരും ആടാന്ന്. സകല ആളുകൾക്ക് അതൊരു വെൽക്കം. അതായത് ദൈവത്തിൻ്റെ ഒരു ഇൻവിറ്റേഷനകത്ത് ഹോളിനെസ് അല്ല മാനദണ്ഡം. അപ്പോൾ നിങ്ങൾ പറയാൻ അത് വസ്ത്രം ധരിക്കാതെ, അത് നമുക്ക് വേറൊരു വിഷയമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല.
അത് വാസ്തവത്തിൽ പക്ക റിലീജിയസ് പേഴ്സണാണ്. ഒരു പാപി നിത്യതയുടെ മണ്ഡലത്തിലെത്തിയാലും ഒരു മതത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരാൾ ദൈവം അനുഭവിക്കത്തില്ല. അതുപോലെ തന്നെ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 22 മുതൽ നിങ്ങൾ വായിച്ച മുതൽ ജീസസ് പറയുക, ഹിസ് ഫാദർ ഹാസ് റെൻഡർഡ് ഓൾ ഹിസ് ജഡ്ജ്മെന്റ് ടു ഹിസ് ഹാൻഡ്. അതായത് പിതാവ് അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി, ഇത് വളരെ രസകരമാണ്, യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നെന്ന്. പിടികിട്ടിയോ? യേശു മനുഷ്യനായി തീർന്നുകൊണ്ട് ഫുൾ ജഡ്ജ്മെന്റ് ആരുടെ ആയി കൊടുത്തു? പുത്രൻ്റെ ആയി കൊടുത്തു. പുത്രൻ പറയുന്ന വാക്ക് കേൾക്കണം. യോഹന്നാൻ 8:15, 12:47 2 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ ന്യായം വിധിക്കാനല്ല വന്നത്, പ്രാണങ്ങളെ രക്ഷിക്കാനാണ് വന്നത്. ഇതാണ് എൻ്റെ രസകം. ഫാദർ പറഞ്ഞു എല്ലാ ജഡ്ജ്മെൻറ്റും ഞാൻ പുത്രൻ്റെ കൊടുത്തേക്കാം. പുത്രൻ പറഞ്ഞത് ഞാൻ കൊല്ലാനല്ല എന്ന് പറഞ്ഞ അർത്ഥം കണ്ടം ചെയ്യാനല്ല വന്നത്. അപ്പം ന്യായവിധി പിതാവ് പുത്രൻ്റെ കൈ കൊടുക്കുമ്പോൾ എന്താണ് ആ ന്യായവിധി എന്ന് അറിയാവുന്ന പുത്രൻ മനുഷ്യരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കണ്ടം ചെയ്യും. അപ്പം കണ്ടംനേഷൻ അല്ല ക്രൈസ്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റ്. പിടികിട്ടിയോ? പിതാവ് എന്ത് ചെയ്യുന്നു, പിതാവ് തന്നെ ഏൽപ്പിച്ച ഹിതം ചെയ്യാനല്ലേ ഭൂമി വന്ന്. പിതാവ് പറഞ്ഞു എല്ലാ ജഡ്ജ്മെൻറ്റും ഞാൻ യേശുവിനെ ഏൽപ്പിച്ചേക്കുക, അവനാണ് ജഡ്ജ്മെൻ്റ് ആൾ. ഐ വോണ്ട് ജഡ്ജ് എനിബഡി. ഫാദർ പറയാം, ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യത്തില്ല, പുത്രനാണ് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. പുത്രൻ്റെ അടുക്ക ചെന്ന് പറയാം, പുത്രൻ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല വന്നത്. യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് പറയുന്നു, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, the mercy triumphs all judgment. എല്ലാ ന്യായവിധിയുടെ മീതെ ദൈവത്തിന്റെ കരുണ ഉണ്ടാവുമെന്ന്. ശരി, ഹെല്ല് എന്ന പദത്തെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ, ഈ ഹെൽ എന്ന് പറയുന്നത് എവിടുന്ന് വന്ന്? ഹെൽ എന്ന പദം ഇസ് നോട്ട് എ ബിബ്ലിക്കൽ ടേം. നരകം എന്ന പദം വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്ത പദമാണ്. ഇപ്പൊ തപ്പ് നിങ്ങൾ, എനിക്കറിയാം. ദ വേർഡ് നരക or hell is not in the Bible. പിന്നെ ബൈബിളിൽ എന്താ ഉള്ളത്? ബൈബിളിൽ 64 പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഷിയോൾ. ഷിയോൾ. ഈ ഷിയോൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ യോസഫിനെ നഷ്ടപ്പെട്ടപ്പോൾ യാക്കോബ് പുലമ്പി കരഞ്ഞ് നിലവിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോകേണ്ടി വരും. അവിടെ പാതാളം എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഷിയോൾ എന്ന. ഷിയോൾ എന്ന പദത്തിന്റെ ഒറിജിനൽ അർത്ഥം ഗ്രേവ്. എല്ലാവരും കേൾക്കണം, ഗ്രേവ്. ഗ്രേവ് അതായത് ശവക്കുഴി. ഗ്രേവ് എന്നോ കുഴി എന്നോ അൺസീൻ എന്നോ ആണ് ഷിയോൾ എന്ന വാക്കിന്റെ അർത്ഥം. ബൈബിളിൽ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന 64 സ്ഥലത്ത് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം പിറ്റ്, കുഴി. കാരണം മനുഷ്യൻ മരിക്കുമ്പോൾ ഒരു കുഴി വെട്ടി അതിനകത്തേക്ക് മനുഷ്യനെ ഇറക്കുമ്പോൾ മനുഷ്യൻ ചിന്തിച്ചു, ഇവൻ എവിടെ പോവാ? കുഴിയിലേക്ക് പോകുന്നു. പാതാളം എന്നതുകൊണ്ട് അവൻ അർത്ഥമാക്കിയത് ശവക്കുഴിയാണ്. അവിടെ എങ്ങും നിങ്ങൾ ബൈബിൾ നല്ലപോലെ പഠിക്കുക. നിങ്ങൾ വല്ലവരുടെയും ചിന്തയെ പഠിക്കാതെ ബൈബിൾ വായിച്ച് പഠിക്കുക. അതിനകത്ത് എഴുതി വെക്കുന്ന അവിടെ എവിടെയെങ്കിലും നിത്യമായ ദണ്ഡനത്തിലേക്ക് ഞാൻ പോകുന്നുണ്ടോ? അതായത് ഈ ഗ്രേവിന്റെ അടിയിൽ വലിയ തീയാണ്, ആ തീക്കകത്ത് നിത്യമായിട്ട് കിടക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ ആരാ അങ്ങനെ വിശ്വസിച്ച്? ആദാം അങ്ങനെ വിശ്വസിച്ചോ? ആദാമിന്റെ പുത്രന്മാരായ ഹാബലും കായനും വിശ്വസിച്ചോ?
7-ാം തലമുറക്കാരനായ ഹാനോക്ക് അതിനെ അങ്ങനെ വിശ്വസിച്ചോ? നോഹ അങ്ങനെ വിശ്വസിച്ചോ? മോശ അങ്ങനെ പഠിപ്പിച്ചോ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 പുത്രന്മാർ, അവരിനും കൂടെ വന്ന യഹൂദ ജാതി, ഇസ്രായേൽ ജാതി, അവരെ നടത്തിയ മോശയുടെ പുസ്തകത്തിൽ എവിടെയെങ്കിലും നിത്യമായ നരകത്തെക്കുറിച്ചുള്ള പ്രസ്താവനയുണ്ടോ? ഇതൊരു നിസ്സാര കാര്യമല്ല. ഇതൊരു മരണത്തെക്കാളും പ്രാധാന്യമുള്ള കാര്യമാണ് നരകം. നമ്മുടെ നരകമെങ്കിൽ, നരകം എന്ന സംഭവം നമ്മൾ നിലവിൽ വിശ്വസിക്കുന്നത് പോലാണെങ്കിൽ, മരിക്കുന്നു എന്നതിനേക്കാളും വലിയ 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 തീവ്രമായ പ്രശ്നമാണ് നരകം. മരണമൊന്നുമില്ല. അപ്പൊ ഏദനിൽ ദൈവം ആദാമിനോട് പറയേണ്ടത് എന്തായിരുന്നു? നന്മ തിന്മയുടെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണമായിരുന്നാലും പ്രശ്നമല്ല, നീ നിത്യത മൊത്തം നരകത്തിൽ പോവും. നിത്യമായ ദണ്ഡനവും അവിടെ തീയും പുഴുവും ചാകാത്ത കൃമിയും ഒക്കെ ഉള്ള നിത്യനാശത്തിലേക്ക് പോകുമേ ആദമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദമ പഴത്തെ തൊടത്തോലുമില്ലായിരുന്നു. ആദമിനോട് ദൈവം പറഞ്ഞു. അത് ആദമിന് കിട്ടിയ ശിക്ഷ എന്താ? മരണം. അപ്പൊ ആഫ്റ്റർ ലൈഫ്, അതിനകത്തൊരു ജഡ്ജ്മെന്റ്, ആ ജഡ്ജ്മെന്റിൽ മനുഷ്യന് നിത്യമായ നരകം. ഈ ചിന്ത പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു ഭക്തന്റെ അകത്തുണ്ടായിരുന്നു. 64 പ്രാവശ്യമാണ് ശവക്കുഴിയെന്നോ കുഴിയെന്നോ അൺസീനെന്നോ പഴയ നിയമഭാഗങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങളുടെ അകത്തോട് പുത്തൻ ഉപദേശം സ്ഥാപിച്ചിട്ട് എനിക്ക് വലിയ സാമ്രാജ്യം ഉണ്ടാക്കാനൊന്നുമല്ല. നമ്മൾ ഉപയോഗിക്കാതെ ഈ പുകയറ പിടിച്ചിരിക്കുന്ന നമ്മുടെ തലച്ചോറ്, പാടി പുകഴ്ത്തിടാൻ ദേവദേവൻ എന്നൊക്കെ പാട്ടും പാടി നമ്മുടെ തലയ്ക്ക് പുകയറ പിടിച്ചിരിക്കുന്ന ഈ തലച്ചോറ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാ. ചിന്തിക്കേ, ദൈവത്തിന്റെ നീതി യൂണിവേഴ്സൽ അല്ലേ? യൂണിവേഴ്സൽ അല്ലേ ദൈവനീതി? ദൈവനീതി യൂണിവേഴ്സൽ ആണെങ്കിൽ നരകത്തിന്റെ ഇൻട്രൊഡക്ഷൻ എവിടെയാ പറയേണ്ടത്? ശരി, ഈ ചോദ്യം ഞാൻ ചോദിക്കല്ല, ഞാൻ വെളിയിൽ നിന്ന് ഒരാൾ ഒന്ന് ചോദിക്കുക. ഒരു പുറത്തെ ഉള്ള ഒരു അക്രൈസ്തവൻ ഈ ചോദ്യം അങ്ങ് ചോദിക്കാന്നിരിക്കട്ടെ. ആദാമിനോട് പറയാത്ത നരകം എന്തിയടെ? നിങ്ങളുടെ ഉൽപ്പത്തിയിൽ എവിടെയാ നരകം? നിങ്ങളുടെ പുറപ്പാടിൽ എവിടെയാ നരകം? ലേവ്യ സംഖ്യ ആവർത്തനം എവിടെയാ നരകം? യോശുവ ന്യായാധിപന്മാർ എവിടെയാ നരകം? റൂത്ത്, ശമൂവേലിന്റെ പുസ്തകം, രാജാക്കന്മാർ, ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യാ, എസ്തർ, ഇയ്യോബ്, സങ്കീർത്തനം എവിടെയാ നരകം? പറ. ഇയ്യോബിലെ നരകം എല്ലാം ശവക്കുഴിന്നാ. അവൻ ഗ്രീക്കും പഠിച്ചിട്ട് വന്നിട്ട് നമ്മളോട് പറയാം അത് ശവക്കുഴിയാ എന്ന് പറയാൻ നമ്മൾ അത് നിത്യനരകമാണെന്ന് നിങ്ങൾ തെളിയിക്കും. അല്ല പോട്ടെ, ഇയ്യോബിന് അങ്ങ് വെളിപ്പെട്ടെന്നിരിക്കട്ടെ, അതിന് മുമ്പുള്ളവരെ ആരോടാ ഇത് ആദ്യം പറയണ്ടേ? ഒരു വണ്ടി പുറപ്പെട്ടു, വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് പറയണ്ടേ ഇന്ന സ്ഥലത്ത് കുഴിയുണ്ടെന്ന്? 10 വണ്ടി പുറപ്പെട്ട് 25ാമത്തെ വണ്ടിയുടെ പുറകിലാണെന്നോ പറയണ്ടേ? ഇപ്പം 25 വണ്ടി പോവുക, 25ാമത്തെ വണ്ടിയുടെ അടുക്ക വന്നിട്ടൊരു ദൂതം പറയുന്നു ഫ്രണ്ടിൽ കുഴിയുണ്ടെന്ന്. ചുമ്മാ ലോജിക്ക ഞാൻ പറഞ്ഞ. ഐ എം ടോക്കിംഗ് ഹൈ സ്പീഡിൽ പോകുന്ന റോഡ്. ഈ റോഡിന്റെ മുമ്പിൽ ഒരു വലിയ കുഴിയുണ്ട്. ആ കുഴി വീണാൽ നിത്യമായ മരണമാണ്, ഉറപ്പാണ് എന്നതറിയാം. എങ്കിൽ ഏത് വണ്ടിയോടാണ് ഈ ട്രൂത്ത് പറയേണ്ടത്? 25 വണ്ടി പോയി, 25ാമത്തെ വണ്ടി കഴിഞ്ഞ് 26ാമത്തെ വണ്ടിയിൽ ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു വഴി 10 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു കുഴിയുണ്ട്, ആ കുഴി വീണാൽ നീ ചത്തുപോകും. ഇതിന്റെ പേര് നീതി എന്നാണ്. അല്ല, ഇതിപ്പോ എന്റെ ചോദ്യം ചെറുതായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എന്നോട് എതിർക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കും ചോദ്യത്തിന് ആൻസർ പറയാം. ഇത് പൊട്ട ചോദ്യം, അതിന് മനസ്സിലാവാം. ഇതേതാ നീതി? ഒരു പെരുങ്കുഴി അവിടെ വീണാൽ നിത്യനാശമാണ്, പോകുന്ന വഴി അത് ഓട്ടോമാറ്റിക് അറിയാതെ വന്ന് വീണു പോകും, സൂക്ഷിച്ചു പോകണം എന്ന് പറയേണ്ടത് ആദ്യത്തെ വാഹനത്തോടാണോ 25ാമത്തെ വാഹനത്തോടാണോ? എനിക്ക് ഏത് വാഹനത്തോട് പറയുന്നെങ്കിൽ ആദ്യമായിട്ട് വാഹനം പുറപ്പെടുമ്പോൾ ആ വാഹനത്തോട് പറയണം റോഡാണ്, സൂക്ഷിച്ചു പൊക്കോണം, ഫ്രണ്ടിൽ ഒരു കുഴിയുണ്ട്, കുഴി വീണാൽ നിത്യമായ നാശമാണ്, നീയും പോകും നിന്റെ വണ്ടിയും പോകും. ഇത് 1ാമത്തെ വണ്ടിയോടാണ് പറയേണ്ടത്.
വണ്ടി കഴിഞ്ഞു, 39 വണ്ടി കഴിഞ്ഞു, 39ാമത്തെ വണ്ടി, 40ാമത്തെ വണ്ടി, അതായത് മത്തായിയിൽ വന്നിട്ട് യേശു വർഷങ്ങൾക്ക് 4000 വർഷത്തിന് ശേഷം വന്നിട്ട് പറയും നരകമുണ്ട്. അപ്പൊ ഈ 4000 വർഷം ജീവിച്ചിരുന്ന മനുഷ്യന്മാരെല്ലാം ശശിയായി. നമ്മളിത് വിശ്വസിക്കണം. പിന്നെ ഞങ്ങൾ പറഞ്ഞൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിക്കണം. 4000 വർഷം ജീവിക്കുന്ന ഏകദേശം ഒരു 15,000 കോടി ജനം, 15,000 കോടി ജനം, ഒന്നും രണ്ടും അല്ല. ഇവരെല്ലാവരും എവിടെ പോയി? ശരി, അത് വിട്ടേര്. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, അബ്രഹാമിന്റെ പുത്രന്മാരിൽ കായേന്റെ ഗ്രൂപ്പിനെ തൊട്ടിട്ടില്ല. അവന്മാരുമായിട്ട് ദൈവത്തിന് പരിപാടിയില്ല. ദൈവം അവരോട് മിണ്ടത്തോലുമില്ല. നിങ്ങൾ ബൈബിളിലെ ദൈവം, നമ്മൾ ബൈബിളിൽ കാണുന്ന ദൈവത്തിന്റെ പഠനങ്ങൾ ആസ്വദിക്കേണ്ടത്. കായേനും മനുഷ്യനല്ലേ? കായേന്റെ പുത്രന്മാർ മക്കളല്ലേ? അവിടെ ജനിക്കുന്ന കൊച്ചുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അപ്പം പിഴച്ചെന്ന് വെച്ചുകൊണ്ട് ആ കുലം അവർ പട്ടണം പണിതു, അവർ വഴി പോയി. അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ദൈവം തമ്പുരാൻ പിന്നെ ഷേത്തിനെ എടുത്തു. ഷേത്തിന് പകരം പിന്നെ ഏനോഷ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു കൊച്ചു ഗ്രൂപ്പിന് വഴി ഇങ്ങനെ ദൈവം ഒരാളിങ്ങനെ നോക്കി പോവാ. എന്നോട് പിണങ്ങല്ലേ? ഈ ഉൽപ്പത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് ദൈവത്തെ ഒരു പാഷ്യാലിറ്റി ഉള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. അത് ദൈവത്തിന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നില്ല, ഇത് എഴുതിയവന്റെ സ്വഭാവമാണെന്നാണ് തോന്നുന്നത്. അല്ല, ദൈവം അതിനകത്ത് നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും കായേന്റെ കുലത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾ എന്തു പറയും? നിങ്ങളെന്ത് പറയും? നിങ്ങൾ ഞാനും കായേന്റെ കുലത്തിൽപ്പെട്ടത്. അപ്പം നമ്മളെ ദൈവം കളഞ്ഞിട്ട് അനിയന്റെ കുടുംബത്തിലൂടെ അങ്ങനെ ദൈവം അവരോട് സംസാരിച്ച് അവരെ ഇഷ്ടപ്പെട്ട് അവരെ രക്ഷിച്ചു കൊണ്ടുപോയി, നമ്മളെല്ലാം നശിപ്പിച്ചു. നിങ്ങൾക്ക് ദൈവത്തോട് എന്ത് തോന്നും? ഞാൻ പറഞ്ഞാൽ ഈ ബൈബിളിൽ എഴുതുമ്പോൾ സത്യമായിട്ടും ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ പഴയ നിയമം ദൈവം ഒരു ജനതയെ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു ജനതയെ മാത്രം. ദൈവത്തിന്റെ കണ്ണിൽ അവർ മാത്രമേ ഉള്ളൂ. അന്ന് ലോകത്തിൽ യൂറോപ്പിൽ ആയിരക്കണക്കിന് ആളുണ്ടായിരുന്നു, ആഫ്രിക്കയിൽ ലക്ഷങ്ങൾ ആളുണ്ടായിരുന്നു, ഇന്ത്യയിൽ കോടാകോടി ആളുകളുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രവാചകനും ഇല്ല, ഒരു മെസ്സേജും ഇല്ല, ഒരു ബൈബിളും ഇല്ല, ഒരു ദൂതുമില്ല. അത്യുന്നതനായ സർവശക്തനായ സർവ്വജാതിയുടെയും ദൈവമായ യഹോവയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ആരെയും വിട്ടുമില്ല. ആരെങ്കിലും ഒന്ന് പോകാൻ ശ്രമിച്ചാൽ പറയും പോവല്ലെന്നും പറഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. ഈ ചിന്താഗതികൾ മുഴുവൻ മാറിയത്, സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് ഈ ചിന്തയൊക്കെ മാറിയത് എൻ്റെ യേശുവിനെ കണ്ടപ്പോഴാണ്. യേശുക്രിസ്തു ഇല്ലാത്ത പഴയ നിയമം ഞാൻ കൈകൊണ്ടുപോലും തൊടത്തില്ല. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. യേശുക്രിസ്തു വെളിപ്പെടുത്താത്ത പഴയ നിയമത്തിലെ ദൈവം യഹൂദന്മാരുടെ ദൈവത്തിന്റെ സങ്കല്പമാണ്, അവരുടെ സങ്കല്പം. ദൈവത്തിന് കുഴപ്പമില്ല കേട്ടോ. ക്രിസ്തു വന്നതുകൊണ്ടാണ് ഈ പഴയ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പഴം നിന്ന് മരിക്കുന്നതല്ല പ്രശ്നം. മരിക്കുന്നതാണോ പ്രശ്നം? അയാളെ വീണ്ടും അവിടുന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് നീ പഴം തിന്നോടാ എന്ന് ചോദിച്ചിട്ട് അവനെ പിടിച്ച് നരകത്തിലിട്ട് വറുത്ത് നിത്യ 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 യുഗ അവൻ ആ തീക്കകത്ത് ഇങ്ങനെ കത്താണ്. ഇതാണോ വലിയ വിഷയം? ചാവുന്നതാണോ വിഷയം? ഞാൻ ഒരു സുവിശേഷകനായതുകൊണ്ട് എനിക്കിത് പറയുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ എൻ്റെ കേൾവിക്കാർ ചിന്തിക്കാൻ, നമ്മുടെ വിശ്വാസം കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല, ചിന്തിക്കാൻ, തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ ഇതിനെ ചിന്തിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ചിന്തിക്ക. മരണമാണോ വലുത്? നിത്യനരകമാണോ വലുത്? ഏതനിൽ ദൈവം പഴം തിന്നാൽ ഞാൻ നിന്നെ നിത്യനരകത്തിലേക്ക് വിടുമെന്നാണോ പറഞ്ഞത്, അതോ നീ മരിക്കുമെന്നാണോ പറഞ്ഞത്? അപ്പൊ ചിലർ പറയും ദൈവത്തിന്റെ വചനം പ്രോഗ്രസീവാണ്. ശരി, ഞാൻ സമ്മതിക്കുന്നു, പ്രോഗ്രസീവാണ്. പക്ഷെ ഇത് പ്രോഗ്രസീവായിട്ട് ഒടുക്കത്തിൽ പറയേണ്ടതല്ലല്ലോ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ?
നിത്യനരകം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ബ്രാക്കറ്റിൽ കൊടുക്കണം, നരകവും ഉണ്ടെന്നും കൂടെ പറയണ്ടേ? വളരെ സീരിയസ് അല്ലേ? ഇത് വായിക്കുന്ന ആള് ആദ്യം നല്ല ദൈവം, സ്നേഹ ദൈവം, സൃഷ്ടിതാവ്, അപ്പൻ, സ്തോത്രം, ഗ്ലോറി, അല്ലേലിയോ എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് വന്ന് ഇടയ്ക്ക് പറഞ്ഞ് അങ്ങനെ നരകത്തിൽ കൊണ്ട് കളയുന്നത്. ഇതെവിടെയാണ് ഇത് പറയുന്നത്? ആരോട് പറയും? ഇപ്പം ഞാൻ ചോദിക്കുന്ന എൻ്റെ ചോദ്യം, യഹൂദന്മാരോട് മാത്രം സംസാരിച്ച്, യഹൂദന്മാർക്ക് വേണ്ടി മാത്രം ആലയം കൊടുത്ത്, യഹൂദന്മാരോട് മാത്രം പ്രമാണം കൊടുത്ത്, അവളെ മാത്രം പ്രവാചകന്മാരെ അയച്ച്, അവരെ മാത്രം സ്നേഹിച്ച്, അവരെ മാത്രം കൊണ്ടു നടന്നൊരു ദൈവം, ആ ദൈവത്തിന് കുഴപ്പമില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് അവരുടെ ആ ചിന്താഗതിയാ. ആ ദൈവം ബാക്കിയുള്ളൊരു മനുഷ്യനെ മൈൻഡ് ചെയ്തിട്ടില്ല. ജെരേമിയാവ് യെരുശലേമിന്റെ തെരുവിൽ കിടന്ന് വലിയ പ്രസംഗമാണ്, ഭയങ്കര പ്രവചനം നടത്തുക. ആ പ്രവചനം നടത്തുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലും ശ്രീബുദ്ധൻ പ്രസംഗിക്കുക. ശ്രീബുദ്ധൻ ആലോചിച്ച് നോക്ക്, ഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജെരമ്യാവ് പ്രസംഗിക്കുന്ന, ഇസ്രായേലിൽ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ തെരുവിൽ ശ്രീബുദ്ധൻ പ്രസംഗിക്കുക. ആ ജെരമ്യാവിനെ അവിടെ കിടന്ന് അലയ്ക്കുന്നതിന് വരെ ഇങ്ങോട്ടെന്താ വിടാത്തത്? അല്ലെങ്കിൽ ഒരു ദൂതുമായിട്ട് ഇന്ത്യയിലേക്ക് എന്താ ഒരാളെ അയക്കാഞ്ഞ്? അപ്പം ആ രാജ്യത്ത്, അപ്പം ആ ഇന്ത്യയിൽ എത്രയോ ലക്ഷക്കോടിക്കണക്കിന് ആളുകൾ മരിച്ചവരെല്ലാം എങ്ങോട്ട് വിടുക? നരകം. എന്ത് സുഖമാണ് വെച്ചാൽ ഞാനൊന്നും വിശ്വസിക്കത്തില്ല. ഞാൻ ഈ വിട്ടിത്തരം വിശ്വസിക്കത്തില്ല. നിങ്ങൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഐ കനോട്ട് ബിലീവ് ദാറ്റ്. അങ്ങനെ ഉണ്ടെങ്കിലേ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം ഞാൻ കണ്ട യേശു വെളിപ്പെടുത്തിയ സ്നേഹനിധിയായ, കാരുണ്യവാനായ, സകല ലോകത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം യാതൊരു നിലയിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിത്യനരകം എന്ന കോൺസെപ്റ്റ്. ഞാൻ അംഗീകരിക്കാം, നരകത്തെ ഞാൻ അംഗീകരിക്കാം 100%. കാരണം ഞാൻ പറഞ്ഞു, ഒരുത്തൻ പഴം നിന്ന് മരിക്കുന്നതിനേക്കാൾ എത്രയോ പ്രശ്നമാണ് നിത്യനരകം. ആദാമിനോടും അവയോടും ആദ്യം പറയണത് അതല്ലേ? ഈ പാവങ്ങളെ ചതിച്ചല്ലേ, പഴം തിന്നാ മരിക്കുമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നിത്യനരകത്തിൽ പോകുന്നു പറഞ്ഞ എന്താ? മതം നമ്മളെ പിടിച്ച്, മതങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കണം, മതങ്ങൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം, വലിയ ആളുകളാകും. അതിനെതിരെ സംസാരിച്ച് നമ്മളെ ആളുകൾ വിമർശിക്കുകയല്ല, ഞാൻ ചോദ്യം ചെയ്യുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് ചോദിച്ചാൽ, എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് ആൻസർ കൊടുക്കണം. ഐ നീഡ് ടു ആൻസർ ടു ദ കോൺഷ്യസ് വൈ ഐ ബിലീവ്. വാട്ട് ഐ ബിലീവ് എന്ന് പറയുന്നത് ഈസിയാ. നിങ്ങൾ എന്ന് പറയുന്നത് എന്ത് എളുപ്പമായി. പക്ഷെ തിരിച്ചൊരു ചോദ്യം, വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന ചോദ്യത്തിന് ആൻസർ പറയാൻ പറ്റുമോ? അത് കണ്ടെത്ത്. എന്ത് വിശ്വസിക്കുന്നത് ആർക്കും പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ വിശ്വസിച്ചത് എന്തിനാണ് വിശ്വസിക്കുന്നത്? അതിന്റെ റീസൺ എന്താ? അതിന്റെ ലോജിക് എന്താ? അതിന്റെ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ കണ്ടെത്തണം ഓരോ വിശ്വാസിയും. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. ഓക്കെ, ഒരു കൊച്ചു കാര്യമാണ് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഈ പദം ബൈബിൾ ഉപയോഗിക്കുന്ന പദങ്ങൾ മാത്രം പറയുമ്പോൾ, ഒന്ന് ഷിയോൾ എന്നത് ഞാൻ പറഞ്ഞു 64 ടൈംസ് നമ്മുടെ ബൈബിളിലുണ്ട്. പുതിയ നിയമത്തിൽ, അത് പഴയ നിയമത്തിൽ, അതിന് എല്ലാത്തിൻ്റെ അർത്ഥം ഗ്രേവ്. അവിടെ എറ്റേണൽ ടോർമെന്റിന്റെ ഫയറി പ്ലേസ് എന്നല്ല, ഗ്രേവ്, പിറ്റ് ആൻഡ് അൺസീൻ. പാതാളം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കാണാൻ പറ്റാത്ത ആളുകൾ, അൺസീൻ അവിടെ ദൃശ്യമല്ല. അതിന് ഒരുപാട് വാക്യങ്ങളുണ്ട്. വാക്യങ്ങളെല്ലാം കൂടെ എനിക്ക് ഇടാൻ പറ്റില്ല, പറയാനും പറ്റില്ല. രണ്ടാമത്തത് പുതിയ നിയമത്തിൽ നരകം എന്നതിന് ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് പദം ഹേഡീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രേവ്, പിറ്റ് ആൻഡ് അൺസീൻ എന്നാണ്. ഗ്രേവ് ശവക്കുഴി, കുഴി, അദർശ്യമായ സ്ഥലം, അൺസീൻ പ്ലേസ്. അല്ലെങ്കിൽ ഡീപ്പ് അല്ലെങ്കിൽ ഡെപ്ത്, തെഹോം, അത് എബ്രായ ഭാഷയിലെ പദം. നമ്മൾ ഈ ബൈബിളിൽ കാണുന്നില്ല,
ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ആഴം, തെഹോം എന്നാണ് അതിൻ്റെ പേര്, ഡീപ്പ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വേറൊരു പദമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിലും മറ്റും അബുസോസ് അല്ലെങ്കിൽ അബീസ് അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ്, അഗാധ കൂപം എന്നീ പദങ്ങളൊക്കെ. അപ്പൊ ഷിയോൾ എന്ന പദം പഴയ നിയമത്തിൽ അതിൻ്റെ തന്നെ ഗ്രീക്കിൽ കൊടുക്കുമ്പോൾ അതേ പദം ഹെയ്ഡീസ് എന്നാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, ഹെയ്ഡീസ് അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുരം, അതിൻ്റെ അർത്ഥം ഗ്രേവ് എന്നർത്ഥം ഡെത്ത് എന്നാണ്. ഐ വിൽ ബിൽഡ് മൈ എക്ലീഷ്യ, ദ ഡെത്ത് ഷാൽ നോട്ട് പ്രിവൈൽ ഓവർ ഇറ്റ് അല്ലെങ്കിൽ പ്രിവൈൽ ഇറ്റ്. ഞാൻ എൻ്റെ എക്ലീഷ്യയെ പണിയും, മരണം അതിനെ ജയിക്കത്തില്ലെന്നാണ്. ഗഹന്ന എന്ന പദമാണ്. ഗഹന്ന, ഈ നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചൂടിനെടുത്ത് കളക. രണ്ട് കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണവനുള്ളവനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന നിനക്ക് നല്ലത്. അപ്പം നരകം എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന പദം ഗഹന്ന എന്നാണ്. അത് മത്തായിയുടെ സുവിശേഷം 5:22, 29, 30, 10:28, 18:19, 23:15, 33, മർക്കോസിന്റെ സുവിശേഷം 9:43, 45, 47, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യം, യാക്കോബിന്റെ ലേഖനം 6:3. ഇതെല്ലാമാണ് ഗഹന്ന എന്ന വാക്കിനെ കുറിച്ച്. ജോഷുവയുടെ പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം, നെഹമ്യാവിന്റെ പുസ്തകം, ജെറമ്യാവിന്റെ പുസ്തകങ്ങളിലെല്ലാം ഗീഹന്നോം എന്ന് പറയും. ഗീഹന്നോം, അതായത് ഇവിടെ നരകം എന്നാണ് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഹേഡീസ് കഴിഞ്ഞാൽ പാതാളം കഴിഞ്ഞാൽ അടുത്ത നരകം. പാതാളം എന്ന് വേറെ, നരകം എന്ന് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നരകം എന്ന ബൈബിളിൽ നമ്മൾ മലയാള ബൈബിൾ എഴുതിയിരിക്കുന്ന ഭാഗത്തെല്ലാം ഗഹന്ന എന്നാണ്. ഗഹന്ന, ഈ ഗഹന്ന തന്നെ പഴയ നിയമ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഗേഹിന്നോം അല്ലെങ്കിൽ വാലി ഓഫ് ഹിന്നോം താഴ്വര. അടുത്തത് ടോഫത്ത് എന്ന് പറയും. ടോഫത്ത്, അത് യോബിന്റെ പുസ്തകം 16:6. ടോഫത്ത് എന്ന് പറഞ്ഞാൽ എ പ്ലേസ് ഇൻ ദ വാലി ഓഫ് ഹിന്നോം താഴ്വരയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ടോഫത്ത്. അതുപോലെ തന്നെ മറ്റൊരു പദമാണ് വാലി ഓഫ് ഹിന്നോം എന്നതിന് ഗഹന്ന എന്നും പഴയ നിയമ ഭാഗങ്ങളിലും എബ്രായ ഭാഷകളിൽ ഉപയോഗിച്ചിരുന്നത്. ഗഹന്ന, ടോഫത്ത്, ഗീഹന്നോം, ദ വാലി ഓഫ് ഹിന്നോം എന്നൊക്കെയാണ് ആ പദങ്ങൾ പറയുന്നത്. വേറൊരു വാക്ക് ഉപയോഗിക്കുന്നത് തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ. അത് നമ്മൾ കാണുന്നത് ലേക്ക് ഓഫ് ഫയറിനെ അല്ലെങ്കിൽ ഫയർ ഓർ ബ്രിംസ്റ്റോൺ, സൾഫർ, അതായത് സൾഫർ എന്ന് പറയുമ്പോൾ ഈ ഗന്ധകം കത്തുന്ന, അത് നമ്മൾ ജെനിസിസ് ചാപ്റ്റർ 19 നമ്മുടെ സോദോം ഗോമോറയുടെ ബന്ധത്തിൽ കാണുന്നുണ്ട്, ഡ്യൂട്രോണമിയിൽ കാണുന്നുണ്ട്, യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ റെഫറൻസുകൾ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ എടുക്കും. ഒത്തിരി റെഫറൻസുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു വാക്ക് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് ടാർട്ടറസ് എന്ന് പറയാം. ടാർട്ടറസ് എന്ന പദം ഈ ടാർട്ടറസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവനാണ്, ഗ്രീക്കുകാരുടെ ഒരു ദേവനാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള പഠനം നാളെ വിശദീകരിക്കും. ഈ ഹെയ്ഡീസ് എന്ന പദം വന്ന്, ഹെയ്ഡീസ് എന്നൊക്കെ പറയുന്നത് ഗ്രീക്കുകാരുടെ ദേവന്മാരുടെ പേരുകളാണ്. ഗ്രീക്കിലെ ദേവന്മാരുടെ പേരുകളാണ്. അപ്പോൾ ഇതിന് വലിയ സ്വാധീനം, ഗ്രീക്ക് സ്വാധീനം ഇതിനകത്തുള്ള കാര്യമാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഷിയോൾ എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നു, ഹെയ്ഡീസ് എന്ന പദം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നു. പുതിയ നിയമത്തിൽ തന്നെ 3 പ്രധാന പദങ്ങളാണ്. ഹെയ്ഡീസ് ഉണ്ട്, ഗഹന്ന ഉണ്ട്, ടാർട്ടറസ് ഉണ്ട്. ടാർട്ടറസ് എന്ന പദം ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് 2 പത്രോസിൻ്റെ 2:14 2:4 ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഒരെണ്ണം മാത്രം ഉള്ളതുകൊണ്ട് വായിക്കാം, ബാക്കി ഒത്തിരി ഉള്ളത് വായിക്കുന്നില്ല. 2 പത്രോസ് 2:4 പറയുന്നത്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി
ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാത്ത ഭക്തിയുടെ ലോകത്തിന് ജലപ്രളയം വരുത്തിയപ്പോൾ അത് വിടുന്നു, നരകത്തിലാക്കിയെന്നാണ്. അവിടെ ടാർട്ടറസ് എന്നാണ്. ഈ ടാർട്ടറസിലൊന്നും മനുഷ്യർ പോയിട്ടൊന്നുമില്ല. അവിടെ ദൂതന്മാർ, പാപം ചെയ്ത ദൂതന്മാരെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. ഗഹന്ന എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അത് ഹിന്നോം താഴ്വരയിലാണെന്ന് നമുക്കിവിടെ വായിക്കാൻ പറ്റും. ഹെയ്ഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേവാണ്. ഇവിടെ ഒന്നും ബൈബിള് ഒരു നിത്യമായ നരകം, ഇപ്പോൾ ഇവിടെ എല്ലാം വേണം ഏറ്റവും നിത്യാഗ്നി എന്നൊക്കെയുള്ള പദങ്ങളുണ്ട്, അതിനെല്ലാം വിശദീകരണം നമുക്ക് തരാം. എല്ലാത്തിനും വിശദീകരണം തിരുവെഴുത്തനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാനായിട്ടൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ ജോലി, എനിക്കിതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് യേശുവിൻ്റെ സ്നേഹം ഉള്ളപ്പോൾ എനിക്ക് നരകം ഒരു വിഷയമല്ല. ദൈവരാജ്യം പ്രസംഗിക്കുന്നവന് നരകം ഒരു പ്രോബ്ലമേ അല്ല. ദൈവരാജ്യം പ്രസംഗകർക്ക് ഹെല്ലും പ്രശ്നമല്ല, ഹെവനും പ്രശ്നമല്ല. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഇതിൻ്റെ രണ്ടും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതല്ല. ദൈവരാജ്യത്തിൻ്റെ സന്ദേശത്തിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അല്ല. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഡെസ്റ്റിനേഷൻ അല്ല, ഡെസിഗ്നേഷനാണ്. എവിടെ എത്തും എന്നുള്ളതല്ല, എന്തായിത്തീരുമെന്നുള്ളതാണ്. അപ്പൊ ആസ് എ കിങ്ഡം പ്രീച്ചർ, ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്ക് ഹെവനും പ്രസംഗിക്കേണ്ട ആവശ്യം വരുന്നില്ല, എനിക്ക് ഹെല്ലും പ്രസംഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് രണ്ടും എനിക്ക് പ്രശ്നമില്ല. കാരണം എൻ്റെ ഗോസ്പലിനകത്ത് ഇത് രണ്ടുമല്ല പ്രാധാന്യം. യേശു പ്രസംഗിച്ച, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച, ആദിമസഭ പ്രസംഗിച്ച, തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ ഹെല്ലും പ്രോബ്ലം അല്ല, ഹെവനും പ്രശ്നമല്ല. ഇത് രണ്ടും നമ്മുടെ സുവിശേഷത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകവുമല്ല. അതൊരു എവിറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സംഭവമല്ല. ആ സംഭവത്തെ മാറ്റി നിർത്തിയാൽ അതില്ലാതെ തന്നെ സുവിശേഷം പ്രസംഗിക്കാമല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് കേരളത്തിൽ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനകത്ത് ഇത് രണ്ടും വേണം. ഹെല്ലും ഹെവനും ഇല്ലെങ്കിൽ നമ്മുടെ സുവിശേഷം എന്ന് മാത്രമേ കാണത്തുള്ളൂ. നോ ഗോസ്പൽ. വിശേഷം കാണത്തില്ല, മാത്രമേ കാണത്തുള്ളൂ. കാരണം എന്താ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത്, സ്വർഗത്തിൽ പോകാനാണ്. അപ്പോൾ ഇത് പ്രസംഗിക്കുന്നവർക്ക് ഇപ്പം ഞാൻ ഇതില്ലെന്ന് പറഞ്ഞാൽ അവരെന്നെ കൊല്ലത്തല്ലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഹെല്ലും പ്രശ്നമല്ല. കാരണം ഹെല്ലെന്നൊരു പ്രശ്നം ദൈവത്തിൻ്റെ നിത്യതയുടെ പരിപാടി അല്ല. ഇതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഉണ്ടോ എന്ന് പറഞ്ഞ് ഇനിയിപ്പം അവർ പറയുന്നല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം പ്രിയരെ, ലോകം മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞാലും വിശുദ്ധ ബൈബിൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ്റെ സപ്പോർട്ട് ആർക്ക് വേണം? ലോകക്കാരൻ്റെ സപ്പോർട്ട് ആർക്ക് വേണം? നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നിനക്ക് നാട്ടുകാരൻ്റെ സപ്പോർട്ട് ആവശ്യമില്ലല്ലോ. നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ. അല്ലെങ്കിൽ ഭൂരിപക്ഷം പറയുന്ന സത്യമെന്ന് എന്താ തെളിവ്? ഭൂരിപക്ഷം പറയുന്ന സത്യമല്ലെന്ന് ഞാൻ തെളിയിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നൊരു ഒറ്റയാള് പ്രസംഗിച്ച് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതത്തിൻ്റെ മെസ്സേജ് ഇല്ലാതാക്കി കളഞ്ഞു. പറഞ്ഞാൽ അവരുടെ സിസ്റ്റം ഭോഷത്വമാണെന്ന് യേശു കർത്താവെന്ന് ഒരാൾ തെളിയിച്ചു. അപ്പൊ ബഹുഭൂരിപക്ഷം ആളുകൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സത്യമാകണമെന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ലോജിക്കാണ്. പക്ഷെ നമ്മുടെ കോൺസെപ്റ്റ് എല്ലാവരും പ്രസംഗിക്കുന്നെങ്കിൽ അതങ്ങ് ശരിയാണെന്നൊരു തോന്നല. പിന്നെ അത് മാറി പറയാൻ നമുക്ക് ധൈര്യം വരുന്നില്ല, പേടി, അക്സെപ്റ്റൻസ് കുറഞ്ഞു പോകുന്നു, പോപ്പുലാരിറ്റി കുറഞ്ഞു പോകുന്നു, ജനങ്ങൾ ഇനി തള്ളിപ്പറയുമോ എന്നൊരു പേടി, ഇനിയിപ്പം ഇത് പറഞ്ഞാൽ ഞങ്ങളെ അംഗീകരിക്കുമോ. മക്കളെ, ലോകം മുഴുവൻ എതിർത്താലും തിരുവെഴുത്തിൻ്റെ സത്യമേ നിലനിൽക്കത്തുള്ളൂ. ഇവർ ലോകം മുഴുവൻ ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞു, ഒരു കാലത്തും റാപ്ചർ ഉണ്ടാകത്തില്ല. റാപ്ചർ എന്ന് പറയുന്നത് ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ ഒന്നും ഇല്ല ബൈബിളിൽ. പക്ഷെ ക്രിസ്തീയ ലോകം മുഴുവൻ അത് പ്രസംഗിക്കുക. കർത്താവ് തവയുടെ അങ്ങനെ ഒന്നില്ല. അതൊരു പോഷത്താണ്. കഴിഞ്ഞ 2000 വർഷമൊന്നുമില്ല കേട്ടോ, ഈ ഒരു 100-200 വർഷത്തിനിടയ്ക്ക് ഈ ഭൂതം കയറിയത്.
റാപ്ചർ സംഭവിക്കാൻ പോകും, പറന്നു പോകും. ഇതൊക്കെ കളിപ്പീരാണ്, അങ്ങനെ സംഭവിക്കത്തില്ല. ക്രിസ്തീയ ജീവിതത്തിനകത്ത് അതാണോ നമ്മളെ ഒരുക്കുന്നത്? റാപ്ചർ എന്നതുകൊണ്ടാണോ ഞാൻ ശരിയായി നടക്കുന്നത്? ഞാൻ റാപ്ചർ കൊണ്ടും യേശു രഹസ്യം കൊണ്ടൊന്നുമല്ല ഞാൻ മര്യാദ കിടക്കുന്നത്. ഒന്ന്, ഞാൻ മര്യാദ കിടക്കുന്നത് ബിക്കോസ് ഓഫ് മൈ ഫാമിലി ആൻഡ് ബിക്കോസ് ഓഫ് മൈ ഗോഡ്. I love my family, and more than that I love my society. That's why, because as a kingdom citizen, that's my responsibility. അതുകൊണ്ട് ലോകം എല്ലാവരും എതിർത്താലും എനിക്ക് വിഷയമല്ല. 100 പേരുള്ളതിൽ 99 പേര് അപ്പുറത്തെ സൈഡാണ്, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഒറ്റയ്ക്ക് നിന്നോളാം. എനിക്ക് ധൈര്യമുണ്ട്. 99 പേര് അപ്പുറത്തുള്ളത് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പുറത്ത് നിന്നോളാം. ഐ എം റെഡി. ഐ ഡോണ്ട് കെയർ വാട്ട് ദ പീപ്പിൾ സേസ്. ഐ വോണ്ട് ദ കൺവിക്ഷൻ ഫ്രം ദ ബൈബിൾ. എനിക്ക് മനുഷ്യന് നല്ല കൺവിക്ഷൻ വരണ്ടേ, എനിക്ക് ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ നിന്നാണ് കൺവിക്ഷൻ വരണ്ടേ. എൻ്റെ കൺവിക്ഷൻ എനിക്ക് ബൈബിളിൽ നിന്നാണ് വരേണ്ടത്. എൻ്റെ ചോദ്യങ്ങൾക്ക് ബൈബിൾ മറുപടി തരണം. അല്ലെങ്കിൽ പിന്നെ എന്തിനു വിശ്വസിക്കുന്നത്? എൻ്റെ ചോദ്യത്തെ എനിക്ക് ചോദ്യം ചെയ്യാൻ അധികാരമുണ്ട്. എൻ്റെ വിശ്വാസത്തെ എനിക്ക് ചോദ്യം ചെയ്യാൻ. വിശ്വാസം ഏതോ അദൃശ്യമായ മണ്ഡലത്തിൽ ഇരിക്കുന്ന ഏതോ കാറ്റിന്റെ പുറത്തല്ല എൻ്റെ ഫെയ്ത്ത് ഇരിക്കണം. എൻ്റെ ഫെയ്ത്തിന് അടിസ്ഥാനം ഉണ്ടാവണം. അടിസ്ഥാനമില്ലാത്ത വിശ്വാസത്തെ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നില്ല. ബൈബിൾ ഒരിക്കലും അടിസ്ഥാനരഹിതമായ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ബൈബിൾ അന്ധവിശ്വാസത്തിന്റെ പുസ്തകമല്ല. അപ്പോൾ ഷിയോള്, ഗഹന, ഹെയ്ഡീസ്, ടാർട്ടറസ്, ഈ പദങ്ങൾ നമ്മൾ ഓരോ പദങ്ങൾ പഠിക്കും. ഞാൻ യാത്ര ശാന്തമാട്ടെ. കഴിഞ്ഞ ദിവസം എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞിട്ട്, അച്ഛാ ഇതൊക്കെ കുറയ്ക്കണോ? ഇതിൽ കൂടുതൽ സ്പീഡ് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ വളരെ സ്പീഡ് കുറച്ചാണ് പറയുന്നത്. ഒരു നുണ 100 പേര് സത്യമാ. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ഓടുന്നതെല്ലാം നുണയാണ്. നുണ തന്നെ സത്യമായത്. സത്യമാണ് ജാക്കോബച്ചാ പറഞ്ഞത്. സത്യമാണ്. ഒരു നുണ 100 പേരങ്ങ് പറയും. യേശു വരും 2000 വർഷമായിട്ട് പറയുമല്ലോ രാജാവായി വരാൻ പോകുന്നത്. ഇപ്പോൾ അന്നേരം 2000 വർഷത്തിന് മുമ്പ് വന്ന് അങ്ങനെ യേശു അങ്ങനെ രാജാവായിട്ടല്ലേ വന്നേ? അല്ലേ? നമുക്ക് സിമ്പിൾ ലോജിക്കാണ്. യേശു ആദ്യമായിട്ട് ഭൂമി ജനിച്ചപ്പോൾ തന്നെ വിദ്വാൻമാർ വന്നിട്ട് പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടാന്ന് മലയാളത്തിൽ എഴുതി വെച്ചേക്കുക. മത്തായുടെ സുവിശേഷത്തിലുണ്ട്, തുടക്കത്തിൽ അത് വായിക്കാൻ പറ്റും. എന്നിട്ടും ഇത് പ്രസംഗിക്കുന്ന ആച്ചാച്ചന്മാർ പറയും യേശു ഇനിയും രാജാവായിട്ട് വരുന്നത്. എന്തുവാണോ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നത്? ഇതൊക്കെ വിശ്വസിക്കണോ? ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മളെ അങ്ങനെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവൻ ഇപ്പോഴേ രാജാവാണ്. നമ്മുടെ ബൈബിളിൽ എത്ര വാക്യം വേണം? ദൈവം അവനെ ഉയർത്തി, ഏറ്റവും ഉയർത്തി, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ഇരുത്തി അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആരാ? വീട്ടുവേലിക്കാരാണ്. സിംഹാസനത്തിൽ ഇരിക്കുക എൻ്റെ കർത്താവ് ഇപ്പം രാജാവായിട്ടിരിക്കുക. ഇനി അവൻ രാജാവായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവൻ ഒരിക്കൽ വന്നതേ രാജാവായിട്ടാണ്. അതുകൊണ്ട് കാര്യം നടന്നത് മനസ്സിലാക്കുക. ഈ 2000 വർഷമായിട്ട് നമ്മൾ ഈ ജനത്തെ കബളിപ്പിക്കരുത്. ഈ രണ്ടാം വരവ് പറഞ്ഞാണ് ഈ ക്രിസ്തീയ ലോകം ഇങ്ങനെ ആയത് കേട്ടോ. പ്ലീസ്, ഞാൻ എൻ്റെ വിഷയം മാറ്റുക. അല്ലെങ്കിലും ജനങ്ങൾ മടിയന്മാരും ഉപയോഗശൂന്യന്മാരും പ്രയോജനരഹിതരായി മാറിയത് ഈ ഒരു ഒറ്റ മെസ്സേജ് കൊണ്ടാണ്. ഒത്തിരി പേരുടെ പ്രതീക്ഷയാണ് യേശു വരുമെന്നുള്ളത്. ഇപ്പം കൊറോണയുടെ കാലത്തൊക്കെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക യേശു വരണേന്ന്. എൻ്റെ പൊന്നു മോനെ വരത്തുമില്ല. നീ സ്വപ്നം കാണുകയും വേണ്ട. നീ നിൻ്റെ കാര്യത്തിൽ നീ ഇനി കരിന്തിരികൾ മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണ നിറച്ചോളെന്നൊക്കെ പാട്ടൊക്കെ പാടിയാലൊന്നും കർത്താവ് വരത്തില്ല. കർത്താവിൻ്റെ വരവ് നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. നിങ്ങളെ ഈ പാസ്റ്റേഴ്സ് കളിപ്പിക്കുകയാണ്. ഇതാരെങ്കിലും കേൾക്കുന്ന നിങ്ങളെ കളിപ്പിക്കുകയാണ്. നിങ്ങൾ പക്ക കബളിക്കപ്പെടുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾ വിശ്വസിക്കരുത്. ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി യേശു വന്നതാണ്. അവൻ രാജാവായിട്ടാണ് വന്നത്. ആ രാജ്യത്തിൻ്റെ വർക്ക് നടക്കും. അതിനെക്കുറിച്ച് പഴയ നിയമ ഭാഗങ്ങളിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറയും. സകലത്തെയും അവൻ റെസ്റ്റോർ ചെയ്യും. സകലത്തെയും അവൻ പൂർണ്ണമായിട്ട് മടക്കിക്കൊണ്ടുവരും. എല്ലാം കർത്താവ് തിരിച്ചു കൊണ്ടുവരും. എന്നാലേ ദൈവത്തിൻ്റെ വേല സക്സസ് ആകത്തുള്ളൂ. ഏതെങ്കിലും അവൻ എന്ത് തുടങ്ങിയോ അത് പൂർത്തിയാകണം. പൂർത്തിയായില്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യപരിപാടി പരാജയമാണ്. ഇപ്പം ദൈവരാജ്യം സംബന്ധിച്ച സന്ദേശങ്ങളിൽ നമുക്ക് ഹെല്ലൊരു പ്രശ്നമുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാൻ നിൽക്കുന്നത്. എൻ്റെ മെസ്സേജിനെ ബാധിക്കുന്നതല്ലിത്. പക്ഷേ ഇവിടെ നിലവിൽ നിൽക്കുന്ന ഒരുപാട് ക്രിസ്തീയ ശുശ്രൂഷകളെ ഇത് ബാധിക്കും.
ബാധിക്കും. സോ വി നീഡ് ടു ഗോ ടു ദ റിയാലിറ്റി. സോ ഈ വേർഡുകൾ നാളെ നമ്മൾ 3 വാക്കുകളെ നമ്മൾ പഠിക്കാം. എന്താണ് ഗഹന? ഗഹന എവിടെയാണ്? ഭൂമിയുടെ അടിത്തറയിലിരിക്കുന്ന സ്ഥലമാണോ ഗഹന? ഇതിനെക്കുറിച്ചൊക്കെ എന്താ ബൈബിൾ പറയുന്നത്? ആദിമ ഭക്തന്മാരെങ്ങനെയാണ് പറഞ്ഞത്? ആദിമ സഭ എന്താ പറഞ്ഞത്? യേശുവിൽ എന്താ സംഭവിച്ചതെന്നുള്ള വിഷയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചാൽ ആരോഗ്യത്തോടെ നാളെയും നിങ്ങളുടെ മുമ്പിൽ വരാൻ അവസരം കിട്ടിയാൽ നാളെ നമുക്ക് നിശ്ചയമായിട്ടും ഈ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമുണ്ടാകും. വളരെ കുറച്ച് കാര്യങ്ങൾ ഭാഗങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ അവസാനം വന്നവർ കേൾക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിനും എല്ലാവരുടെ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷകളെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ യേശുവിന് നന്ദി പറയുകയാണ്. പലരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഈ ശുശ്രൂഷയെ വളരെ നന്നായിട്ട് കൈത്താങ്ങുകയും സ്നേഹിക്കുകയും ആത്മീയവുമായിട്ട് പല നിലയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഈ ശുശ്രൂഷകൾക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും കേട്ടെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. തുടർന്നും നമുക്ക് ഈ വചനങ്ങൾ അനുഗ്രഹമായി തന്നെ ഭവിക്കട്ടെ. ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ച് സകല പ്രിയപ്പെട്ടവരോട് എന്നെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവം നമുക്ക് ദൈവവേലയെ തുടരാം. വചനത്തിൻ്റെ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ പിക്ചർ മനസ്സിലാക്കാം. നമുക്ക് നേരിൻ്റെ പാതയിൽ ഓടാം. ഞാനൊരു കാര്യം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് ഒറ്റ വാക്കി പറയാം. ഹെല്ലല്ല, നരകമല്ല നിന്നെയും എന്നെയും വിശുദ്ധിയിൽ നേരെ നിർത്തേണ്ടതായ പ്രോംപ്റ്റിങ്. നമ്മളെ പ്രോംപ്റ്റ് ചെയ്യേണ്ടത് നരകത്തിൻ്റെ ഭീതിയാവരുത്. തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ചൂടായിരിക്കണം നമ്മളെ ഓരോ പ്രാവശ്യവും അഴുക്കിൽ നിന്നും മാലിന്യത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ഘടകം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ റോബിൻ ബ്രദർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അങ്കിള് ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് സർജറിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്നൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു വരുന്നു. നമ്മൾ ആ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഇപ്പോൾ ഈ ഓൺലൈനുള്ള എല്ലാവരും കൂടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ വിശ്വസിക്കുകയാണ് കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ ആ മകനെ തൊടണം. ആ ഹോസ്പിറ്റലിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങണം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച ആ വിഷയത്തെ അങ്ങയുടെ പുത്രൻ്റെ അധികാരത്തിൽ തിരുകരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ ഇത്രയും പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ആശുപത്രി കിടക്കയിൽ അങ്ങയുടെ ജീവൻ്റെ കരം വെളിപ്പെടണമേ. നിൻ്റെ മകൻ്റെ മേൽ വന്നിരിക്കുന്ന രോഗത്തിന് 2000 വർഷത്തിന് മുമ്പ് യേശുവിൻ്റെ മേൽ അടിപ്പിണർ വന്നപ്പോൾ, ആ ചാട്ടവാറിൻ്റെ അടി വന്നപ്പോൾ ആ അടി ആ രോഗത്തിൻ്റെ മീതെ വന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. So the sickness is defeated in the name of the Lord Jesus Christ. We declare that sickness is already defeated. Let the healing fire and power of God flow right now. കർത്താവ് ചെയ്തതിനായിട്ട് സ്തോത്രം. മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചതിൽ വളരെ നന്ദി. ഓരോരുത്തർക്കും ദൈവം കൃപ ചെയ്യട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.